السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത് ഒരു മുസ്ലിമിൻ്റെ നിത്യജീവിതത്തിൽ അവൻ പാലിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെക്കുറിച്ച് പഠിക്കാനാണ്. നമ്മൾ പറഞ്ഞു, ഈ കിതാബിൽ അദ്ദേഹം ഓരോ സന്ദർഭത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്നുള്ളത് അദ്ദേഹം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിനാണ് അസ്സുനനുൽ മൗഖൂത്ത എന്ന് പറയുന്നത്. അഥവാ സമയം നിർണയിക്കപ്പെട്ടതായ, സമയം നിശ്ചയിച്ചിട്ടുള്ളതായ സുന്നത്തുകൾ എന്നാണ് അതിനെ പറയുക. അപ്പോൾ സുന്നത്ത് രണ്ട് രൂപത്തിലുണ്ട്. അസ്സുനനുൽ മൗഖൂത്ത എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് എന്തു ചെയ്യണം എന്നുള്ളതാണ്. ആ സമയത്ത് അതാണ് ചെയ്യാൻ സുന്നത്തായിട്ടുള്ളത്. അതല്ലാത്ത അസ്സുനനുൽ ഗൈറുൽ മൗഖൂത്തയുണ്ട്. അഥവാ നിരുപാധികം രാവിലെ എന്നോ ഉച്ചയെന്നോ വൈകുന്നേരമെന്നോ വ്യത്യാസമില്ലാതെ ആ കർമ്മം ചെയ്യൽ സുന്നത്തായിരിക്കും. അങ്ങനെയുള്ള കർമ്മങ്ങളും ഉണ്ട്. നമ്മൾ ആരംഭിക്കുന്നത് അസ്സുനനുൽ മൗഖൂത്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തെ വ്യത്യസ്ത സമയങ്ങളിൽ നിർവഹിച്ചു പോകുന്ന സുന്നത്തായ കർമ്മങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇവിടെ അദ്ദേഹം ഒരു ദിവസത്തിന് 7 സമയങ്ങളായി ഭാഗിച്ചത് കാണാൻ സാധിക്കും. 7 സമയങ്ങളായി അദ്ദേഹം ഭാഗിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് മാ ഖബ്ലൽ ഫജ്റാണ്. ഫജ്റിന് മുമ്പ്, സുബഹിക്ക് മുമ്പ് നാം നിർവഹിക്കേണ്ടതായ സുന്നത്തുകൾ അദ്ദേഹം കൊടുത്തത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളതായിരിക്കും ആരംഭിക്കുക. രണ്ടാമത് കൊടുത്തത് വഖ്തുൽ ഫജ്ർ, ബാങ്ക് കൊടുക്കുന്ന ആ വേളയിൽ ഫജ്റിൻ്റെ സമയത്ത് നമുക്ക് ചെയ്യേണ്ടതായ ചില സുന്നത്തുകളുണ്ട്. മൂന്നാമത്തേത് വഖ്തുൽ ദുഹാ സമയത്ത് നമ്മൾ നിർവഹിക്കേണ്ട സുന്നത്തുകളുണ്ട്. നാലാമത്തേത് വഖ്തു ളുഹറിൻ്റെ സമയത്ത് നമുക്കുള്ള സുന്നത്തുകളുണ്ട്. 5 വഖ്തുൽ അസ്ർ, 6 വഖ്തുൽ മഗ്രിബ്, 7 വഖ്തുൽ ഇശ. ഓരോ നിസ്കാരത്തിൻ്റെയും സമയത്തുള്ള സുന്നത്തുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് സഹോദരങ്ങളെ വഖ്തു മാ ഖബ്ലൽ ഫജ്റാണ്. ഫജ്റിന് മുമ്പ് തന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ സുന്നത്തുകളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വഖ്തു മാ ഖബ്ലൽ ഫജ്റിനെ തന്നെ, അഥവാ ഫജ്റിന് മുമ്പുള്ള സുന്നത്തുകളെ തന്നെ രണ്ടായി അദ്ദേഹം വീണ്ടും വേർതിരിച്ചത് കാണാൻ സാധിക്കും. ഫജ്റിന് മുമ്പ് എഴുന്നേറ്റാലുള്ള സുന്നത്തുകൾ 2 തരത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, അത് അൽ ഇസ്തിഖാലു മിനൻ നൗം, ഉറക്കത്തു നിന്ന് എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട, വമാ യഖിബുഹു മിൻ അമാലിൻ കാന യഫ്അലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറക്കം എഴുന്നേറ്റ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായ ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. രണ്ടാമത്തേത് ഖിയാമുൽ ലൈലും അതുപോലെ തന്നെ വിത്റുമാണ്. ഖിയാമുൽ ലൈലും വിത്റുമാണ് സുന്നത്തായ വളരെയധികം ശ്രേഷ്ഠതയുള്ള കർമ്മമാണത്. അതിനെക്കുറിച്ചാണ് രണ്ടാമത്തേത്. നമ്മളതിൽ ആദ്യത്തേതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ആരംഭിക്കുന്നത്. അഥവാ വഖ്തു മാ ഖബ്ലൽ ഫജ്റിൽ, ഫജ്റിന് മുമ്പുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം എഴുന്നേറ്റയുടനെ തന്നെ ചെയ്ത സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്നാണ്. സുന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികളായ സലഫുസ് സാലിഹീങ്ങൾ എത്ര ഹിർസോടു കൂടിയാണ്, താല്പര്യത്തോടു കൂടിയാണ് ഒരു സുന്നത്തായ കർമ്മം നിർവഹിക്കാൻ, അത് നിലനിർത്തി പോരാൻ അവർ പരിശ്രമിച്ചത് എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ആദ്യം എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് യശൂ സുഫാഹു ബിസ്സിവാക്ക്. അദ്ദേഹം എന്തു ചെയ്യുമായിരുന്നു? ദന്തശുദ്ധീകരണം നടത്തുമായിരുന്നു എന്നുള്ളതാണ്. എഴുന്നേറ്റ ഉടനെ ദന്തശുദ്ധീകരണം നടത്തുമായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യശൂ സുഫാഹു ബിസ്സിവാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തു ചെയ്യും? യശൂസു ബിസ്സിവാക്ക്, സിവാക്ക് കൊണ്ട് ദന്തശുദ്ധീകരണം നടത്തുമായിരുന്നു, പല്ല് വൃത്തിയാക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുള്ളത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ലിയതഹജ്ജദ യശൂസു ഫാഹു ബിസ്സിവാക്ക്. തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ
അവിടുന്ന് ദന്തശുദ്ധീകരണം നടത്തുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായി ചെയ്യേണ്ട ഒരു കാര്യം ദന്തശുദ്ധീകരണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ സിവാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏത് മുഖേനയും നമുക്ക് ചെയ്യാവുന്നതാണ്. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദന്തം, നമ്മുടെ പല്ലുകൾ, മോണയും മറ്റുമൊക്കെയുള്ള വായ അത് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അത് അറാക്ക് കൊണ്ട് ഒരാൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെ, അറാക്കൊരു വേരാണ്, അല്ലെങ്കിൽ അതുപോലെ കൊമ്പുകളുണ്ട്, അത് പല രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിന്ന് നിലവിലുള്ള നമ്മുടെ ടൂത്ത് ബ്രഷുകളും ടൂത്ത് പേസ്റ്റുകളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വിഷയം നമ്മുടെ ദന്ത ശുദ്ധീകരണം നടക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളവിടെ ഒരു സുന്നത്ത് ചിന്തിച്ച് കഴിയുമ്പോൾ അത് വലിയ കാര്യമാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്. അതിനുശേഷം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യും? യഖൂലു അദ്ദിക്റുൽ വാരിദ് ഇൻദൽ ഇസ്തിഖാളി മിനൻ നൗം. ഉറക്കം എഴുന്നേറ്റ ഉടനെയുള്ള ദിക്ർ അവിടുന്ന് പറയുന്നതായിരിക്കും. കാണാൻ സാധിക്കും സഹീഹ് ബുഖാരി ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യനാമ ഖാല ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ വഇദാ ഇസ്തൈഖള മിൻ മനാമിഹി അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ്? ഉറങ്ങാൻ പോകുന്ന സമയത്ത് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യാ, ഞാൻ അല്ലാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ മരിക്കുകയും ഞാൻ ജീവിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴുള്ള ഒരു ദിക്ർ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് നമ്മളിനി ഇശാക്ക് ശേഷമുള്ള ഭാഗത്തിലെത്തുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴുള്ള സുന്നത്തുകൾ അവസാനത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഉള്ളത് ഉറങ്ങി എഴുന്നേറ്റാലുടനെ ദിക്റാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയാണ്. അല്ലാഹു തആലയാണ് നമ്മളെ ഉറക്കിയതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ചത്. അതിനെ മരണത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. അല്ലദീ അഹ്യാന, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാന, അവൻ ഞങ്ങളെ ജീവിപ്പിച്ചു. ബഅദമാ അമാതന, നമ്മൾ മരിച്ചതിന് ശേഷം. ഉറക്കം എന്ന് പറയുന്നത് അതെന്താണ്? അൽ മൗത്തു സഗീറാണ്, ചെറിയൊരു മരണമാണ് അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ആ മരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർ അവർ എഴുന്നേൽക്കുന്നതാണ്. അള്ളാഹു ഏതൊരുവൻ്റെ റൂഹാണോ അവിടെ തിരിച്ചു നൽകാൻ ഉദ്ദേശിക്കാതെ പിടിച്ചു വെക്കുന്നത് അവർ മരണപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മറ്റൊരു ദിവസം കൂടി നൽകിയിരിക്കുകയാണ്. അള്ളാഹു നല്ല റാഹത്തായ ഒരു വിശ്രമം, ഉറക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. വജഅൽനാ നൗമക്കും സുബാത, നമ്മൾ പകൽ പണിയെടുത്ത് പ്രയാസപ്പെട്ട് എല്ലാം കഴിഞ്ഞ് ഉറക്കം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസ്സാരമായ കാര്യമല്ല. അപ്പം അതിനുള്ള നന്ദി നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ഖൽബിലുണ്ടാകണം. നാവ് കൊണ്ട് നമ്മളിങ്ങനെ പറയണം, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാന ബഅദമാ അമാതന. അതോടൊപ്പം തന്നെ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നു വഇലൈഹിൻ നുശൂർ, ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരുറക്കം നമുക്ക് ഉറങ്ങാനുണ്ട്. അവനിലേക്കാണ് മടക്കം, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്കാണ് മടക്കം എന്ന കാര്യം നമ്മൾ ഓരോ ദിവസവും യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ഓർക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്, നമ്മൾ പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, ഈ സുന്നത്തുകളുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോകുന്ന ഒട്ടുമിക്ക സുന്നത്തുകളും ചിലപ്പോൾ നമ്മൾ പലരും കേട്ടിട്ടുള്ള സുന്നത്തുകൾ തന്നെയാണ്. പക്ഷേ നമ്മൾ മറന്നു പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ അശ്രദ്ധ കാരണത്താൽ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കി പോകുന്നുണ്ടാകും. നമ്മളങ്ങനെ ഓരോന്നും പഠിച്ചു മനസ്സിലാക്കി എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ദിക്റിൽ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ നമുക്ക് വലിയ ഖൈറുള്ള കാര്യമാണ്. നമ്മൾ അള്ളാഹുവിനെ എപ്പോഴും ദിക്ർ ചെയ്യുന്ന നന്ദിയുള്ളവരുടെ അടിമകളിൽ ഉൾപ്പെടാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ദിക്ർ അതാണ്, രാവിലെ എഴുന്നേറ്റാലുള്ള ഒന്നാമത്തെ ദിക്ർ അതാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. ഇത് പഠിക്കണം. ഇത് പഠിക്കാത്ത ആളുകൾ ഇത് പഠിക്കണം. വളരെ എളുപ്പമാണ്, ഒരു അരവരിയെ നമുക്കതുള്ളൂ, അത് പഠിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം അദ്ദേഹം 3, 4, 5 സുന്നത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തതാണ് ഇത് പറഞ്ഞത്. മൂന്നാമത്തെ സുന്നത്ത് യംസഹു നൗമ അൻ വജ്ഹിഹി, മുഖത്ത് നിന്നും ആ ഉറക്കം അങ്ങോട്ട് തുടച്ചു കളയുമെന്നാണ്. നാലാമത്തത് വയൻദുർ ഇല സമാ, ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കുന്നതായിരിക്കും. അഞ്ചാമത്തേത് വയഖ്റഉൽ ആയാത്തിൽ അശ്റൽ അഖീറ മിൻ സൂറത്തി ആലി ഇമ്രാൻ, സൂറത്തു ആലി ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകളും അവിടുന്ന് പാരായണം ചെയ്യുമായിരുന്നു എന്നാണ്. ഇതൊക്കെ സുന്നത്തായ കാര്യമാണ്. ഈ 3 സുന്നത്തുകളും മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ റിവായത്ത് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. അതിൽ കാണാൻ സാധിക്കും, അദ്ദേഹം തൻ്റെ ഉമ്മയുടെ സഹോദരിയായ മൈമൂന, ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൻ്റെ ഖാലത്താണ് അവർ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഉമ്മയുടെ അനിയത്തിയുടെ വീടാണ്. അദ്ദേഹം ചെറിയ പ്രായമാണ്. അലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിലാണ് ഇതൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പോയി ഒരേ മുറിയിൽ തന്നെ അദ്ദേഹം കിടക്കുമായിരുന്നു. ചെറിയ കുട്ടിയാണ് അപ്പോൾ. അങ്ങനെ അദ്ദേഹം പറയാണ്, ഫൽതജഅതു ഫീ അർളിൽ വിസാദ വൽതജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ലുഹു ഫീ തൂലിഹാ. അവിടെ ഒരു തലയിണയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഭാര്യയും അവിടെ നീളത്തിൽ അങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ ഈ തലയിണയുടെ ആ എതിർഭാഗത്തായിട്ട് അവിടെ അങ്ങനെ കിടക്കുമായിരുന്നു. അദ്ദേഹം ചെറിയ കുട്ടിയാണ്. അദ്ദേഹം പറയാണ്, ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഉറങ്ങി. ഹത്താ ഇദ ഇൻതസഫ അൽ-ലൈലു ഖബ്ലഹു ബിഖലീൽ ഔ ബഅദഹു ബിഖലീൽ. അദ്ദേഹത്തിന് ചെറിയൊരു ഓർമ്മ പിശക്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ പകുതിയായപ്പോഴാണോ, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പാണോ, അതല്ലെങ്കിൽ അതിന് തൊട്ടു ശേഷമാണോ എന്ത് ഇസ്തൈഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഉറക്കത്ത് നിന്ന് എഴുന്നേറ്റു. ഫജലസ യംസഹു നൗമ അൻ വജ്ഹിഹി ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? ഉറക്കം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തുടക്കുമായിരുന്നു എന്നാണ്. ആദ്യം മുഖം ഇങ്ങനെ കൈകൊണ്ടൊന്ന് തുടക്കുക എന്നുള്ളത് സുന്നത്താണ്. ആ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കണ്ണുകൊണ്ടൊന്ന് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉണ്ടായിരുന്ന ഉറക്ക ക്ഷീണം അതിന് കുറവ് വരുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സുമ്മ ഖറഅൽ അശ്റൽ ആയാത്തിൽ ഖവാതിമ മിൻ സൂറത്തി ആലി ഇമ്രാൻ. സൂറത്തു ആലി ഇമ്രാനിലെ ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ആയത്ത് മുതൽ അവസാനം വരെ ഓതുമായിരുന്നു എന്നാണ് പറയുന്നത്. സുമ്മ ഖാമ ഇലാ ശന്നിൻ മുഅല്ലഖ. പിന്നീട് അവിടെ കെട്ടിവെച്ചിട്ടുള്ള തോൽപാത്രത്തിൻ്റെ അടുക്കലേക്ക് പോകും. പണ്ട് അങ്ങനെയാണ് വെള്ളം സ്റ്റോർ ചെയ്യുക. തോൽപാത്രത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് മുകളിലെടുത്തു വെക്കുകയാണ് ചെയ്യുക. അതിൻ്റെ അടുത്തേക്ക് പോകും. ഫതവല്ലഅ മിൻഹാ ഫഅഹ്സന വുളുഅഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നും വുളു എടുക്കും. സുമ്മ ഖാമ യുസല്ലി. പിന്നീട് എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. അപ്പം അതിൽ എന്തൊക്കെ കാര്യം വന്നു? ഉറക്കത്തിന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുഖം കൈകൊണ്ട് തുടക്കുന്ന കാര്യം വന്നു, ആകാശത്തേക്ക് നോക്കുന്നത് വന്നു, അവസാനത്തെ ആലു ഇമ്രാനിലെ അവസാനത്തെ 10 ആയത്തുകൾ പാരായണം ചെയ്യുന്നതും വന്നു. ഇമാം മുസ്ലിമും സമാനമായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ, ഫഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആഖിരിൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേറ്റു. സുമ്മ ഖറജ. പിന്നീട് പുറത്തേക്ക് വന്നു. ഫനളറ ഇല സമാ. ആകാശത്തേക്ക് നോക്കി. സുമ്മ തല ഹാദിഹിൽ ആയ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് എന്ന് പറഞ്ഞ ആയത്ത് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ 3 സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നിർബന്ധമായ കാര്യമല്ല, പക്ഷെ സുന്നത്തായ കാര്യമാണ്. ഇതിൽ ഓരോന്നും നമുക്ക് വലിയ ഹൈറുകൾ ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പണ്ഡിതന്മാർ ഫിഖ്ഹിയായ ഒരു മസ്അല അതിന് തെളിവ് പിടിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നമുക്ക് എന്താ ആവശ്യമില്ല? ചെറിയ അശുദ്ധിയിൽ നിന്നും നമ്മൾ ശുദ്ധിയാകേണ്ട ആവശ്യമില്ല. അത് വുളു ആവശ്യമില്ല. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് എന്തില്ല? വുളു ആവശ്യമില്ല. മുസ്ഹഫ് സ്പർശിക്കാനേ നമുക്ക് വുളു ആവശ്യമുള്ളൂ. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് എന്താ ആവശ്യമില്ല? വുളു ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിരിപ്പിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ ഇതിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്തത് കാണാൻ സാധിക്കും. ഈ വിഷയം അവർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത് 5ാമത്തെ സുന്നത്താണ്. 6ാമത്തെ സുന്നത്ത് ഗസ്ലുൽ യദൈനി സലാസ. എഴുന്നേറ്റ ഉടനെ നമ്മുടെ മുൻകൈ രണ്ടും എന്ത് ചെയ്യണം? കഴുകണം. 3 പ്രാവശ്യം കഴുകണം എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദസ്തൈഖല അഹദുകും മിൻ നൗമി. നിങ്ങളിൽ ഒരാൾ ഉറക്കത്ത് നിന്നും എഴുന്നേറ്റാൽ ഫലാ യുദ്ഖിൽ യദഹു ഫിൽ ഇനാ. നിങ്ങൾ പാത്രത്തിൽ കൈ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നാണ് അവിടുന്ന് അങ്ങനെ പറയാൻ കാരണം. പഴയ കാലത്ത് എങ്ങനെയാണ് വെള്ളം ഉണ്ടാകുക? നമ്മളെപ്പോലെ ഇന്ന് ടാപ്പ് തുറന്നിട്ട് അങ്ങനെ വെള്ളം വരുമോ? ഇല്ല. പാത്രത്തിൽ സംഭരിക്കുകയാണ് ചെയ്യുക. അത് ഉറക്കത്ത് എഴുന്നേറ്റ് ഉടനെ നേരെ അങ്ങ് വെള്ളത്തിലേക്ക് കൈമുക്കി വുളു എടുക്കാൻ ആരംഭിക്കരുത്. അങ്ങനെ നേരെ അതിൽ കൈമുക്കാൻ പാടില്ല. ഏതുവരെ? ഹത്താ യഗ്സിൽഹാ സലാസ. 3 പ്രാവശ്യം അത് കഴുകണം. അതിൽ വേറെ എന്തെങ്കിലും കോപ്പയിൽ നിന്ന് എടുത്ത് ഈ കൈ 3 പ്രാവശ്യം കഴുകണം. അതിനൊരു ഇല്ലത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം പറയാൻ, ഫഇന്നഹു ലാ യദ്രി ഐന ബാത്തത് യദഹു. അവനറിയില്ല രാത്രി അവൻ്റെ കൈ എവിടെയാണ് വെച്ചത് എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. ഒരാൾ തൻ്റെ ജനനേന്ദ്രിയ ഭാഗത്ത് കൈവച്ചിട്ടുണ്ടാകാം, അവൻ ഉറങ്ങുകയാണ്, അവൻ അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അതിൽ നജസാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, ഹദീസിന് മറ്റുമല്ല, നമുക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ കാരണമാണോ പറഞ്ഞത്? പണ്ഡിതന്മാർ പറയുന്നു അതിനും സാധ്യതയുണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ 3 പ്രാവശ്യം കഴുകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹുക്കുമിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് വാജിബാണോ അതല്ല നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സുന്നത്തിലാണോ പെടുക എന്നുള്ളത്. ഹംബലി മദ്ഹബിൽ ഇത്
വാജിബാണെന്നാണ് അഭിപ്രായം. അത് അവർ ഹംബലി മദ്ഹബിൻ്റെ ഒറ്റപ്പെട്ടൊരു അഭിപ്രായമാണ്. ഹംബലി മദ്ഹബിലെ അങ്ങനെ ഓരോ മദ്ഹബിനും മുഫ്രദാത്തു മദ്ഹബുൽ ഹനാബില അല്ലെങ്കിൽ മുഫ്രദാത്തുൽ അഹ്നാഫ് ഹനഫി മദ്ഹബിലുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം, ഹംബലി മദ്ഹബിലുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം, അങ്ങനെ വിഷയം വരാറുണ്ട്. അപ്പോൾ ഇത് ഹംബലി മദ്ഹബിൽ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായമാണ്, ഇത് വാജിബാണ് എന്നാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകൽ വാജിബാണ് എന്നാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ ഉംദത്തുൽ അഹ്കാമിൻ്റെ വിശദീകരണത്തിൽ അതാണ് ശരിയായ അഭിപ്രായമായിട്ടൊക്കെ പറയുന്നത്. അതിൻ്റെ തെളിവായിട്ട് എന്താണ് പറഞ്ഞത്? തൊട്ടുമ്പത്തെ ഹദീസാണ്. ആ ഹദീസിൽ എന്താ പ്രയോഗം? ഇദസ്തൈഖല അഹദുകും മിൻ നൗമി ഫലാ യുദ്ഖിലു യദഹു ഫിൽ ഇനാഇ ഹത്താ യഗ്സിലഹ സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിലക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അത് വിലക്കാണ്. അത് വിലക്കിൻ്റെ അസ്ല് അത് തെഹരീമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് മുസ്തഹബാണ് എന്നാണ്. മുസ്തഹബാണ് അത്, അഥവാ നമ്മൾ ഉപേക്ഷിച്ചാൽ, മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ പോലും കുറ്റം കിട്ടുകയില്ല. എന്നാൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ പ്രതിഫലമാണ്. അപ്പോൾ ചെയ്യേണ്ടത് സുന്നത്താണ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഭൂരിഭാഗവും മുസ്തഹബാണ് എന്നാണ് പറയുന്നത്. അവർ ഖുർആനിൽ പൊതുവായ ആയത്തുൽ വുളു എന്നറിയപ്പെടുന്ന സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്ത് തെളിവ് പിടിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വുളു എടുക്കാൻ പറഞ്ഞപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാ, മുഅ്മിനീങ്ങൾ നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങിയാൽ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ മുഖം കഴുകുക, വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, കൈമുട്ടുൾപ്പെടെ കഴുകുക, വംസഹു ബിറൂസിക്കും, നിങ്ങൾ തല തടവുക, വഅർജുലക്കും ഇലൽ കഅബൈൻ, നെരിയാണി ഉൾപ്പെടെ 2 കാലുകളും കഴുകുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ റുക്നുകളാണ് പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നിർബന്ധമായ കാര്യങ്ങൾ, ഫർളുകളെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിലെന്ത് പറഞ്ഞിട്ടില്ല? ആദ്യം മുൻകൈ 3 പ്രാവശ്യം കഴുകുന്നത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയായാലും സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് എങ്കിൽ കൈ ആദ്യം അങ്ങനെ കഴുകുക. കാരണം എന്ത് തന്നെയാലും നമുക്ക് സുന്നത്ത് കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഹൈറായ കാര്യമായിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ ഇങ്ങനൊരു പാത്രത്തിലോ മറ്റോ ഒക്കെ കൈയിടുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പാത്രത്തിലോ മറ്റോ കഴുകുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹംബലി മദ്ഹബിലൊക്കെ നമ്മൾ വുളുവിൻ്റെ മസ്അലയൊക്കെ പഠിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. വുളു എടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്. എപ്പോഴൊഴികെ ഒരാൾ രാത്രി ഉറക്കം എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കാൻ എഴുന്നേൽക്കുകയാണെങ്കിൽ ഒഴികെ അവിടെ അവന് വാജിബായിട്ട് തന്നെ കഴുകണം. നിർബന്ധമാണ് എന്നുള്ള നിലക്ക് തന്നെ കഴുകണം. നേരെ മുഖം കഴുകി ആരംഭിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സുന്നത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് ടാപ്പിൽ നിന്ന് നേരെ തുറന്ന് നമ്മളൊന്ന് കൈ കഴുകിയാൽ മതി, നമുക്ക് ആ സുന്നത്ത് കിട്ടി. മനസ്സിലായില്ലേ? അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളൊരു സുന്നത്ത്, 7-ാമത്തെ സുന്നത്ത്, അൽ ഇസ്തിൻഷാഖു വൽ ഇസ്തിൻസാറു ബിൽ മാഇ സലാസ. ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ വെള്ളം കയറ്റുന്നതിനാണ് ഇസ്തിൻഷാഖ് എന്ന് പറയുക. മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റുന്നതിനാണ് ഇസ്തിൻസാർ എന്ന് പറയുക. അപ്പം അങ്ങനെ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക, 3 പ്രാവശ്യം അങ്ങനെ ചീറ്റുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. വുളുവിലുള്ളതല്ല. വുളുവിൽ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, വുളു എടുക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വുളുവിന് മുമ്പേ തന്നെ ഉള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദസ്തൈഖല അഹദുകും മിൻ മനാമിഹി ഫൽയസ്തൻസിർ 3 മറാത്ത്. നിങ്ങളിൽ ഒരാൾ ഉറക്കമേന്നേറ്റ് കഴിഞ്ഞാൽ 3 പ്രാവശ്യം അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റട്ടെ. ഫഇന്ന ശൈത്താന യബീതു അലാ ഖയാശീമിഹി. കാരണം പിശാച് അവൻ്റെ മൂക്കിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ വസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ കോലം എങ്ങനെയാണ്, രൂപം എങ്ങനെയാണ് നമുക്കറിയുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചു തന്നിട്ടുണ്ട്. അത് ഏത് രൂപത്തിലാണ് നമുക്കറിയുകയില്ല. അവിടുന്ന് അറിയിച്ചതുപോലെ പിശാച് മനുഷ്യൻ്റെ രക്തധമനികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നറിയിച്ചതുപോലെ സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത് മുസ്തഹബാണ്, വാജിബല്ല, മുസ്തഹബാണ് എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് ശ്രദ്ധിക്കുക. എന്നാൽ ചില പണ്ഡിതന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാജിബാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ മുസ്തഹബാണ് എന്ന് പറയുന്നവർക്കുള്ള തെളിവ് ഇമാം ബുഖാരിയുടെ റിവായത്തിൽ അവിടുന്ന് എന്ത് ചെയ്യുന്നില്ല, അവിടുന്ന് അങ്ങനെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്ന വിഷയം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? അത് മുസ്തഹബാണ് എന്നേ വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. വല്ലാഹു അഅലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളത് ശ്രദ്ധിക്കുക. മനുഷ്യൻ്റെ എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദ്വാരം നൽകിയിട്ടുള്ള കാര്യങ്ങളിലൂടെ എല്ലാം പിശാച് പ്രവേശിക്കുമെന്നാണ്. അതിൽപ്പെട്ടതാണ് എന്തൊക്കെ? മൂക്ക്, ചെവി. ഈ മൂക്കിനും ചെവിക്കും നമുക്ക് അടപ്പ് തന്നിട്ടില്ല. മൂക്കിനും ചെവിക്കും അടപ്പ് തന്നില്ല. വായ അടക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ കോട്ടുവായ ഇടുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്?
ഇദാ തസാഅബ അഹദുക്കും, നിങ്ങളൊരാൾക്ക് കോട്ടുവായ വന്നാൽ ഫൽയുംസിക് ബിയദിഹി അലാ ഫീഹി, അവരുടെ വായ എന്ത് ചെയ്യണം? പിടിക്കണം. ഫൈന ശൈത്താന യദ്ഖുലു, പിശാജ് അതിൽ കൂടെ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വായക്ക് നമുക്ക് അങ്ങനെ ഒരു അടപ്പുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് നമുക്ക് അടപ്പുണ്ട്, പക്ഷെ നമുക്ക് ചെവിക്കടപ്പില്ല. ചെവിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരാൾ സുബഹി നിസ്കാരത്തിൻ്റെ ബാങ്ക് കേട്ടിട്ടൊന്ന് എഴുന്നേൽക്കാതെ ഉറങ്ങിയിട്ടുണ്ട് എങ്കിൽ അവനെക്കുറിച്ച് പറഞ്ഞു, ദാക റജുലുൻ ബാല ശൈത്താനു ഫീ ഉദ്നിഹി, ആ മനുഷ്യൻ അവൻ്റെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യാൻ പറ്റാത്തത്, അവൻ എഴുന്നേൽക്കാൻ പറ്റാതിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെവിക്കും മൂക്കിനും അങ്ങനെ ദ്വാരമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൂക്കിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീച്ചണം എന്നാണ്. സമിഅനാ വഅതഅനാ, നമ്മൾ കേട്ടിരിക്കുന്നു, അനുസരിക്കുന്നു എന്ന കാര്യം സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അതിനുശേഷമുള്ള സുന്നത്ത്, 8ാമത്തെ സുന്നത്ത് അൽ വുളു ആണ്. നമുക്കൊക്കെ അറിയുന്ന വുളു എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ വുളു അല്ല സുന്നത്ത്. ഈ തലക്കെട്ടിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വുളുവിൻ്റെ ചില സുന്നത്തുകളുണ്ട്. വുളു എടുക്കേണ്ടത് നമുക്കറിയാം, ഹുക്കം എന്താണ്? നിർബന്ധമാണ് അല്ലേ? സുന്നത്ത് നിസ്കാരമാണെങ്കിലും വുളു സുന്നത്താണോ? അല്ല. വുളു നിസ്കാരത്തിൻ്റെ ഷർത്താണ്. വുളു ഇല്ലാതെ ഒക്കെ നിസ്കരിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം വുളു എന്നുള്ള തലക്കെട്ട് കൊടുത്തത് വുളുവിലുള്ള സുന്നത്തുകൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം വുളുവിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഫർളുകളുണ്ട്. നിർബന്ധമായും ചെയ്യേണ്ട ഫർളുകൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. അത് മുഖം കഴുകുക, കൈമുട്ടുൾപ്പെടെ കഴുകുക, തല തടവുക, ഒപ്പം ചെവിയും പിന്നെ കാല് കഴുകുക. ഇതെല്ലാം ഓരോ പ്രാവശ്യം ചെയ്ത് തർത്തീബായി ഉടനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വുളുവിൻ്റെ നിർബന്ധ ബാധ്യത കഴിഞ്ഞു. എന്നാൽ വുളു എടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് സുന്നത്തുകളുണ്ട്. നമ്മളെല്ലാ വുളുവിലും അത് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ആ സുന്നത്തുകളൊക്കെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അത് പറഞ്ഞു പോകാം. അതിൽ 1ാമത്തെ കാര്യം സിവാക്കാണ്. ഏതൊരു സമയത്ത് വുളു എടുക്കുമ്പോഴും നമുക്ക് സിവാക്ക് ചെയ്യുക എന്നുള്ളത്, ദന്തശുദ്ധീകരണം നടത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു സിവാക്ക് ചെയ്യേണ്ട 2ാമത്തെ സന്ദർഭത രാവിലെ തന്നെ 2ാമത്തെ പ്രാവശ്യം വരികയാണ്. ആദ്യം എഴുന്നേറ്റ് ഉടനെ തന്നെ അവിടുന്ന് സിവാക്ക് ചെയ്തിരുന്നു. ദിക്ർ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ സിവാക്ക് ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഖുർആനൊക്കെ ആകാശത്ത് നോക്കി ഓതി അതിനൊക്കെ ശേഷമാണ് ഇത് പിന്നീട് എന്ത് ചെയ്യാൻ പോകുന്നത്? വുളു എടുക്കാൻ പോകുന്നത്. ആ വുളു എടുക്കുന്ന സമയത്ത് വുളുവിൻ്റെ സുന്നത്ത് എന്താണ്? അവിടെ ഒരു ദന്തശുദ്ധീകരണം നടത്തുക. അതൊന്നുകിൽ വുളു ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ നമ്മുടെ മുൻകൈ രണ്ടും കഴുകിയതിന് ശേഷം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ദന്തശുദ്ധീകരണം നടത്തുന്നതാണ്. അവിടുന്ന് പറഞ്ഞല്ലോ, ലൗല അനശുക്ക അല ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്കി മഅ കുല്ലി വുളു, എൻ്റെ ഉമ്മത്തിന് പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ ഓരോ വുളുവോടൊപ്പവും ഞാൻ എന്ത് കൽപ്പിക്കുമായിരുന്നു? ദന്തശുദ്ധീകരണം കൽപ്പിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല. അതുകൊണ്ട് അത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. സുന്ന മുഅക്കദാണ്, വളരെയധികം ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. നമ്മൾ വുളു എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിവാക്ക് ഒരാളുടെ കയ്യിലില്ലെങ്കിൽ അയാൾക്ക് വീട്ടിൽ നിന്നൊക്കെ എന്ത് നമ്മൾ ബ്രഷ് ഉണ്ടാവും, നമ്മൾ ബാത്റൂമിൽ ബ്രഷ് വെച്ചിട്ടുണ്ടാവും, ആ ബ്രഷ് വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് വുളു എടുത്തിട്ടായിരിക്കും മസ്ജിദിലേക്ക് പുറപ്പെടുക അല്ലേ? അപ്പോൾ അങ്ങനെ വുളു എടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ഉണ്ടാവും, ആ ബ്രഷ് വെച്ചിട്ടൊന്ന് നമ്മൾ വൃത്തിയാക്കുക. ആ സുന്നത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനൊന്നും കിട്ടിയിട്ടില്ല, ഇപ്പോൾ നമ്മൾ മസ്ജിദിൽ നിന്ന് വുളു എടുക്കുകയാണ്, നമ്മളെ കയ്യിൽ അറാക്കില്ല, വേറെ സിവാക്ക് ചെയ്യാനൊന്നുമില്ല, നമുക്ക് വിരൽ കൊണ്ടെങ്കിലും നമുക്കതിലുള്ള മാലിന്യം ഒഴിവാക്കാൻ വേണ്ടി, അങ്ങനെയെങ്കിൽ നമ്മൾ മാലിന്യം ഒഴിവാക്കിയാൽ നമുക്കതിൽ ഖൈർ പ്രതീക്ഷിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ വുളുവിൻ്റെ 1ാമത്തെ സുന്നത്ത് സിവാക്കാണ്. 2ാമതായി പറയുന്നത് അത്തസ്മിയ, ബിസ്മില്ലാ എന്ന ആരംഭത്തിൽ പറയുക എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹം സുന്നത്തായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ബിസ്മില്ല എന്നുള്ളത്. ഓർമ്മയുണ്ടെങ്കിൽ അത് വാജിബാണ്. ഓർമ്മയുണ്ടെങ്കിൽ വാജിബാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം അത് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ കുറ്റക്കാരനാകും. എന്നാൽ മറന്നുകൊണ്ട് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അത് കുറ്റക്കാരനാവുന്നില്ല, അയാൾക്ക് അതിന് പകരം ഒന്നും ചെയ്യാനുമില്ല. ഒരു വാജിബ് നഷ്ടപ്പെട്ട നിസ്കാരത്തിലൊക്കെ സഹവിൻ്റെ സുജൂദുണ്ട്, പക്ഷെ അതിന് പുറത്ത് അങ്ങനെയില്ല. അതുകൊണ്ട് മറവി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, വുളു സഹീഹാണ്. വുളുവിൻ്റെ നിബന്ധന ഒന്നല്ല. ബിസ്മി മറന്നുകൊണ്ട് ഒരാൾ വുളുവിൻ്റെ പകുതിക്ക് എത്തിയാൽ ആദ്യം മുതൽ ആരംഭിക്കേണ്ട ആവശ്യമില്ല. കാരണം നിബന്ധനയാണെങ്കിലാണ് അങ്ങനെ വരുന്നത്. ഇത് നിബന്ധന അല്ല, ഇത് ഓർമ്മയുണ്ടെങ്കിൽ വാജിബാണ്. അതുകൊണ്ട് തന്നെ മറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പകുതിക്ക് വെച്ച് ഓർമ്മ വന്നാൽ അവിടെ വെച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അവസാനം തല തടമ്പൊക്കെ ഓർമ്മ വന്നു ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓർമ്മയിൽ നിന്നും, അത് എപ്പോഴാണോ മറവിയിൽ നിന്നും ഓർമ്മ വരുന്നത്, അതിനുടനെ ബിസ്മില്ല എന്ന് പറയുക എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അത് വാജിബല്ല എന്ന് പറയുന്നത്. ഒരു ഹദീസ് ഉണ്ട്, ലാ വുളു ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാത്തവന് വുളു ഇല്ല എന്നാണ്. ആ ഹദീസ് സഹീഹായിരുന്നെങ്കിൽ വിഷയം എങ്ങനെയാകുമായിരുന്നില്ല. ആ ഹദീസ് പക്ഷേ ദഈഫായ ഹദീസാണ്. മുൻഗാമികളായ എല്ലാവരും അത് പറഞ്ഞിട്ടുണ്ട്. ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യസ്ബുതു ഫീ ഹാദൽ ബാബി ഷൈ,
വുളുവിന് ആരംഭത്തിൽ ബിസ്മി വേണം എന്ന് സ്ഥിരപ്പെടുന്നതായി ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് നിർബന്ധമാണെന്ന് പറയുന്നില്ല, പക്ഷേ അത് സുന്നത്താണ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുക. അത് ഓർമ്മയുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ചില പണ്ഡിതന്മാരത് വാജിബാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളത് മറന്ന് അത് നിസ്സാരമായി കണ്ട് ബിസ്മില്ല പറയാതെ വുളു ആരംഭിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഗസ്ലുൽ കഫൈനി സലാസ. നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് 3 പ്രാവശ്യം കൈ കഴുകൽ എന്താണ്? സുന്നത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എഴുന്നേറ്റ ഉടനെയുള്ള കൈ കഴുകലാണ്, അത് വേറെ ഉണ്ട്. ഇതിന് ശേഷം നമ്മൾ വുളു എടുക്കാൻ വേണ്ടി വേറൊരു കൈ കഴുകലാണ്, ഇത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളുവിൽ നമുക്കിത് കാണാൻ സാധിക്കും. ദഅ ബിവളു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കാനുള്ള വെള്ളം ആവശ്യപ്പെട്ടു. ഫതവല്ലഅ, അങ്ങനെ വുളു എടുത്തു. ഫഗസല കഫൈഹി 3 മർറാത്ത്, 3 പ്രാവശ്യം അവിടുത്തെ കൈ മുൻകൈ രണ്ടും കഴുകി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലു നഹ്വ വുളുഇ ഹാദാ, ഇതേപോലെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ വുളു എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ ഈ ഹദീസിൽ ഇങ്ങനെ പൂർണ്ണമായ വുളു വന്നിട്ടുണ്ട്, എന്നാൽ ഇത് വാജിബല്ല എന്ന് പറയാൻ കാരണമായി പറഞ്ഞത് നേരത്തെ നമ്മൾ കേട്ട ആയത്തുൽ വുളുഇൽ, വുളുവിൻ്റെ ആയത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല? തുടക്കത്തിലുള്ള 3 പ്രാവശ്യം കഴുകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു വുളുവിലും ആദ്യം നമ്മൾ 3 പ്രാവശ്യം കഴുകുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് സുന്നത്തായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ വുളുവിനും അത് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. എല്ലാ വുളുവിനും അത് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫായിദ ഉണ്ടോ സുന്നത്താണെന്ന് മനസ്സിലാക്കിയാൽ? വേണമെങ്കിൽ ഒരു ഫായിദ പറയുകയാണെങ്കിൽ, ഒരാളുടെ കയ്യിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, എന്ത് ചെയ്യാം? അയാൾക്ക് അതിൻ്റെ ഫർളുകൾ മാത്രം ചെയ്യാം. എന്ത് ചെയ്യാം? നേരെ മുഖം കഴുകുക, വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം ചീറ്റുക, 1ാമത്തെ ഫർളായി. മുട്ടുവരെ 1 പ്രാവശ്യം കഴുകിയാൽ ആ ഫർളായി. 1 പ്രാവശ്യം ഈ ഭാഗവും കഴുകിയാൽ ഫർളായി. തല തടവി, ചെവി തടവി, കാലും ഓരോ പ്രാവശ്യം കഴിക്കൽ ഫർളായി. ഇപ്പോൾ ഒരാൾക്ക് കുറച്ച് വെള്ളമേ ഉള്ളൂ, അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വുളു എടുക്കാവുന്നതാണ്. അതല്ല തയമ്മുമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ചില ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കുറേ നേരം കൈ തന്നെ ഇങ്ങനെ കഴുകി ഒരാൾക്ക് വുളു എടുക്കേണ്ട വെള്ളം, അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. സുന്നത്താണ്, ഒരു വുളു എടുക്കേണ്ട വെള്ളം തന്നെ കൈ കഴുകി തീർക്കുന്നുണ്ട്. 4ാമത്തെ സുന്നത്ത് അത്തയാമുനു ഫീ ഗസ്ലിൽ യദൈനി വൽ ഖദമൈൻ. നമ്മൾ കൈയും കാലുകളൊക്കെ കഴുകുന്ന സമയത്ത് വലതിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇവിടെയും 2 ഫായിദയുണ്ട്. ഒന്ന്, ആ സുന്നത്ത് നമുക്ക് എടുക്കാമെന്നുള്ള ഫായിദയാണ്. 2ാമത്തെ, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ മറന്നിട്ട് ഇടത്തെ കൈ ആദ്യം കഴുകിയെന്ന് വിചാരിക്കുക, പിന്നെയാണ് ഓർമ്മ ഞാൻ വലത്തെ കൈ കഴുകിയിട്ടില്ല, വലത്തെ കൈ കഴുകി പിന്നെ ഇടത്തെ കൈ കഴുകണോ? വേണ്ടതില്ല. കാരണം വലതിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. വലതിനെ മുന്തിക്കുക എന്നുള്ളത് സുന്നത്താണ്. കാലും അങ്ങനെ തന്നെ, നമ്മൾ ഇടത്തെ കാലം നല്ല ഉരച്ച് കഴുകി വൃത്തിയാക്കി, അപ്പോൾ ഓർമ്മ വന്ന് വലത്തെ കാല് കഴുകിയിട്ടില്ല. എന്ത് ചെയ്താൽ മതി? ഇനി വലത്തെ കാല് കഴുകിയാൽ മതി, ഇനി വീണ്ടും ഇടത്തെ കാല് കഴുകേണ്ടതില്ല. കാരണം അവിടെ തർത്തീബ് തെറ്റുക, അത് ഒരു റുക്കിനിൻ്റെ ഇടയിലുള്ള തർത്തീബ് തെറ്റുക എന്നുള്ളത് അത് എന്തില്ല, അത് തെറ്റല്ല, മറിച്ച് അത് സുന്നത്ത് നഷ്ടപ്പെടും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവദ്ദഅതും ഫബ്ദഉ ബിഅയാമീനിക്കും, നിങ്ങൾ വുളു എടുക്കുന്ന സമയത്ത് വലതുകൊണ്ട് ആരംഭിക്കുക എന്ന് വന്നിട്ടുണ്ട്. ഇത് മുസ്തഹബാണ് എന്നുള്ളതിൽ ഖിലാഫില്ല എന്നാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ലാ ഖിലാഫ ബൈന അഹ്ലിൽ ഇൽം ഫീമാ അലിംനാഹു ഫി ഇസ്തിഹ്ബാബിൽ ബദാഅത്തി ബിൽ യുംന. വലത് കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് മുസ്തഹബാണ് എന്നുള്ള നിലയിൽ, മുസ്തഹബാണ് എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്നാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. 5ാമത്തെ കാര്യം അൽ ബദാഅത്തു ബിൽ മദ്മളതി വൽ ഇസ്തിൻഷാഖ്. ഇപ്പോൾ മുഖം കഴുകൽ ഫർളാണല്ലോ, മുഖം കഴുകൽ ഫർളാണ്. അതിൽ നമുക്ക് എങ്ങനെ മുഖം കഴുകാം? ഒന്നുകിൽ മുഖം മൊത്തം ആദ്യം കഴുകാം, പിന്നെ വായിൽ വെള്ളം കുപ്പിളിക്കാം, പിന്നെ മൂക്കിൽ വെള്ളം ചീറ്റാം. ഇങ്ങനെ വുളു എടുത്താൽ ശരിയാണ്, സ്വഹിയാണ്. പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം വായിൽ വെള്ളം കുപ്പിളിക്കുകയും പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും എന്നിട്ട് മുഖം കഴുകുകയും ചെയ്യുക എന്നുള്ളത് അത് പ്രത്യേക സുന്നത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം എന്ന് പറയുന്ന ഒറ്റ റുക്കനാണ്, മുഖം എന്ന് പറയുന്നത് ഒരൊറ്റ റുക്കനാണ്. അതെങ്ങനെ കഴുകിയാലും ശരിയാകും. ഒരാൾ ആദ്യം മുഖം കഴുകി, പിന്നെ വായിൽ വെള്ളം കുപ്പിളിച്ചു, പിന്നെ മൂക്കിൽ വെള്ളം ചീറ്റി, ശരിയാകും. ഒരാൾ ആദ്യം മൂക്കിൽ വെള്ളം കയറ്റി, മുഖം കഴുകി, വായിൽ വെള്ളം കുപ്പിളിച്ചു, ശരിയാകും. പക്ഷേ ആദ്യം വായിൽ വെള്ളം കുപ്പിളിക്കുകയും ഒപ്പം തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു, അത് പൂർത്തിയാക്കി പിന്നീട് മുഖം കഴുകുക, ആ ഒരു തർത്തീബ് പാലിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വുളൂയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ എടുത്തെടുത്ത് പറയാൻ. 6ാമത്തത് അൽ മുബാലഗത്തു ഫിൽ മദ്മളതി വൽ ഇസ്തിൻഷാഖി ലിഗൈരി സ്സായിം. നോമ്പുകാരനല്ലെങ്കിൽ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിലും മൂക്കിൽ വെള്ളം കയറ്റുന്നതിലും മുബാലഗത്ത് കാണിക്കുക, അതായത് നന്നായി ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ നമ്മൾ തരിമൂക്കിലേക്ക് വലിച്ചു കയറ്റുക എന്നുള്ളത് സുന്നത്താണ്. മൂക്കിന് നമ്മൾ ഈ കാണുന്നതിൻ്റെ ഉള്ളിലുള്ള ഭാഗം നനയുക എന്നുള്ളതാണ് ഫർളായ കാര്യം. വുളുവിൻ്റെ ഫർളിൽ പെടുന്നതാണ് മൂക്കിൻ്റെ ഉള്ളിലുള്ള ഭാഗം നനയുക. നമ്മൾ ഈ മൂക്കിൻ്റെ നേരെ ഉള്ളിലുള്ള ഭാഗം ഉണ്ടാവുമല്ലോ,
അത് നനയുക എന്നുള്ളത് ഫർളായ കാര്യമാണ്. എന്നാൽ നമ്മൾ തരിമൂക്കിലേക്ക് വലിച്ചു കയറ്റുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ് ഇല്ല അൻ തകൂന സായിമ. നീ മൂക്കിലേക്ക് വലിച്ചു കയറ്റണം നീ നോമ്പുകാരനല്ലെങ്കിൽ. കാരണം നോമ്പുകാരനായാൽ എന്ത് സാധ്യതയുണ്ട്? വെള്ളം മൂക്കിലൂടെ തൊണ്ടയിലേക്ക് എത്താനും അത് വയറിലേക്ക് ഇറങ്ങിപ്പോകാനും നോമ്പ് മുറിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നോമ്പുകാരൻ അങ്ങനെ ചെയ്യേണ്ടതില്ല. നോമ്പുകാരൻ ചെറിയ രൂപത്തിൽ വലിച്ച് ഇതിൻ്റെ ഭാഗത്ത് മാത്രം കഴുകിയാൽ മതി. അതല്ലെങ്കിൽ നന്നായി വലിച്ചു കയറ്റുക എന്നുള്ളത് ഒരു സുന്നത്താണ്. പലരും ആ സുന്നത്ത് എടുക്കാറില്ല. പലരും ഇങ്ങനെ മൂക്കിൻ്റെ അടുത്ത് ഇങ്ങനെ മാത്രം വെക്കുകയാണ്. ചിലർ ഉള്ളിൽ തന്നെ പ്രവേശിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ഫർള് തന്നെ വീടാത്ത അവസ്ഥ വരും. ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ മറ്റൊരു സുന്നത്തിൽപ്പെട്ടാണ് അദ്ദേഹം പറയുന്നത്, ഒരൊറ്റ കോരലിലാണ് വായിൽ വെള്ളം കയറ്റുകയും മൂക്കിൽ വെള്ളം കയറ്റുകയൊക്കെ ചെയ്തിരുന്നത്. ഒരൊറ്റ കോരലിൽ വെള്ളം വായിലേക്ക് എടുക്കും, ബാക്കി വെച്ച് മൂക്കിലേക്ക് വലിക്കും. ഒറ്റ കോരലിൽ ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ളയൊക്കെ അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അത് സുന്നത്തായ കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. അതിനുശേഷം സഹോദരങ്ങളെ, ഏഴാമത്തെ കാര്യമായി പറഞ്ഞത് ഈ പോയിന്റാണ്, അൽ മദ്മദു വൽ ഇസ്തിൻശാഖു മിൻ കഫിൻ വാഹിദ്. എട്ടാമത്തത് ഫീ മസ്ഹിർ റഅസി തുസന്നു അസ്സിഫത്തുൽ മസ്നൂന. തല തടവുന്ന സമയത്ത് നമുക്ക് തല പൂർണ്ണമായി എങ്ങനെ തടവിയാലും തല തടവുക എന്ന് പറയുന്ന ഫർള് ശരിയാവും. ഒരാൾ വെള്ളം എടുത്തു, ഇങ്ങനെ തടവി ഇങ്ങനെ തടവി ഇങ്ങനെ തടവി ഇങ്ങനെ തടവി, തല മുഴുവൻ എങ്ങനെ തടവിയാലും ഒരാളുടെ ഫർള് വിടും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ സുന്നത്തായ ഒരു രൂപം കാണിച്ചു തന്നിട്ടുണ്ട്. ആ രൂപം കൊണ്ട് ഒരാൾ ചെയ്താൽ ആ പ്രതിഫലം കൂടി അയാൾക്ക് കിട്ടാൻ. എന്താണ് സുന്നത്തായ രൂപം? സുന്നത്തായ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വിശദീകരിച്ച കഴിഞ്ഞ ഹദീസിൽ ബദഅ ബി മുഖദ്ദമി റഅസിഹി, അവിടുന്ന് രണ്ട് കൈകളും ഈ റഅസിൻ്റെ തലയുടെ മുൻഭാഗത്ത് നിന്ന് ആരംഭിച്ചു. സുമ്മ ദഹബ ബിഹിമ ഇലാ ഖഫാഹു. ഖഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിരടിയാണ്. പിരടി വരെ ഇങ്ങനെ കൊണ്ടുപോകണം, പിരടി വരെ ഇങ്ങനെ കൊണ്ടുപോകണം. സുമ്മ റദ്ദഹുമ ഹത്താ റജഅ ഇലൽ മക്കാനില്ലദി ബദഅ മിൻഹു. പിന്നീട് എവിടെയാണോ ആരംഭിച്ചത് അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരും. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് അവർ വുളു എടുക്കൽ? ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒരു കാണിക്കൽ. എവിടുന്ന് കിട്ടി സഹോദരങ്ങൾ? എവിടെയില്ല. എവിടെയും ഒരു ഹദീസിലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ ഉപയോഗിക്കാത്ത സമയത്ത് മുൻഭാഗത്ത് മാത്രം തടവിയതില്ല. ഇമാമ ഉപയോഗിക്കുന്ന സമയത്ത് ശരിയാണ്, അവിടെ മുൻഭാഗത്ത് ഇങ്ങനെ തലവ, അത് ഇമാമ ഇത്ര വരെയൊക്കെ കയറ്റി വെക്കും. കാരണം ഇമാമ കെട്ടാൻ പ്രയാസമുള്ളതാണല്ലോ. തലയിലുള്ള കെട്ട് എന്ന് പറയുന്നത് അത് കെട്ടാൻ പ്രയാസമുള്ള രൂപത്തിലാണ്. അത് പൂർണ്ണമായി നമ്മൾ അയച്ചു വെച്ചാൽ അത് വീണ്ടും ഒന്നേന്ന് കെട്ടലൊരു പണിയാണ്. അപ്പോൾ അതിന് ഒരളവുണ്ട്. അത് കുറച്ച് കയറ്റി വെച്ചിട്ട് നല്ല തടവിയിട്ട് ബാക്കി ഇമാമയുടെ മുകളിൽ തടവിയാൽ മതി. തട്ടത്തിന് മുകളിലോ തൊപ്പിയുടെ മുകളിലോ അത് ശരിയാവില്ല. മറിച്ച് പ്രയാസമുള്ള ഇമാമകൾ നമുക്ക് അത്ര കുറച്ച് പൊന്തിച്ചു വെച്ചാൽ മുൻഭാഗത്ത് തടവി ബാക്കി അതിന് മുകളിൽ തടവിയാൽ മതിയാകുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്കും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവർക്ക് അഴിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ കട്ടിയുള്ള ഹിമാറാണെങ്കിൽ പണ്ഡിതന്മാരിൽ ചില പറഞ്ഞു അത് മുകളിൽ തടവി ബാക്കി അതിന് മുകളിലോട്ട് തടവിയാൽ മതിയാകുന്നതാണ് എന്നാണ്. അതല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ തല തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ ആക്കുക എന്നുള്ളത് സുന്നത്തിലെവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹദീസിൽ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ വന്നിട്ടും പിന്നെ എന്താണ് തടസ്സം എന്നാണ്. ബുഖാരിയിലും മുസ്ലിമിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് വുളു എടുത്തത്, മുമ്പിൽ നിന്ന് ആരംഭിച്ചു പിന്നിലേക്കെത്തി വീണ്ടും മുമ്പിലേക്ക് വന്നു, ഇങ്ങനെ വ്യക്തമായിട്ട് കണ്ടാലും ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഷാഫി മദ്ഹബാണ് എന്നാണ്. സഹോദരങ്ങൾ, നമ്മൾ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരാണ്. നമ്മൾ ഇമാം ഷാഫിയാണോ നമ്മൾ റസൂലാണ് സാക്ഷ്യം വഹിച്ചത്? അല്ല, ഇമാം ഷാഫി മുജ്തഹിദായ വലിയ ആലിമായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബിൽ സുന്നത്തിനെതിരായി ഹദീസിലില്ലാത്തതായി അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സഹീഹായ ഹദീസ് കിട്ടിയാൽ നിങ്ങൾ അത് സ്വീകരിച്ചുകൊള്ളുക, എൻ്റെ അഭിപ്രായം നോക്കേണ്ടതില്ല. ഇവിടെ ബുഖാരിയിലും മുസ്ലിമിലും ഈ സുന്നത്തായ രൂപം കണ്ടിട്ടും ആളുകൾ അത് ചെയ്യാതെ ഇപ്പോഴത് ഇങ്ങനെ ചെയ്ത് പോവുകയാണ്. അതുകൊണ്ടത് ശ്രദ്ധിക്കണം. വളരെ വ്യക്തമായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്, വ്യക്തമായിട്ട് ഹദീസിൽ രൂപം വന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആരംഭിക്കുക എന്നുള്ളത് സുന്നത്താണ്. എന്നാൽ തല മുഴുവൻ തടവുക എന്നുള്ളത് ഫർളായ കാര്യമാണ്. തല മുഴുവൻ തടവുക എന്നുള്ളത് ഫർളാണ്. അത് എങ്ങനെ ഒരാൾക്ക് തടവാം, എങ്ങനെ തടവിയാലും മതി. പക്ഷെ അത് ഇങ്ങനെ ആരംഭിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത് സുന്നത്താണ്. ശ്രദ്ധിക്കുക. അതല്ലാതെ ഒരു ഭാഗം മാത്രം തല തടവുക എന്നുള്ളതിന് എവിടെയും നമുക്കങ്ങനെ കാണാൻ സാധിക്കുകയില്ല. 9ാമത്തെ സുന്നത്ത് വുളുവിൽ വരെയാണ് അത്തസ്ലീസു ഫി ഗസ്ലിൽ അഅ്ളാ. അവയവങ്ങൾ 3 പ്രാവശ്യം കഴുകുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു പ്രാവശ്യം കഴുകിയതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവദ്ദഅ മറത്തൻ മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അവയവങ്ങളും ഒറ്റ പ്രാവശ്യമായിട്ട് കഴുകിയിട്ടുണ്ട്. ബുഖാരിയിൽ തന്നെ കാണാൻ സാധിക്കും അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവദ്ദഅ മറത്തൈനി. എല്ലാ അവയവങ്ങളും രണ്ട് പ്രാവശ്യമായിട്ട് കഴുകിയതായിട്ടും വന്നിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് സഹോദരങ്ങളെ 3 പ്രാവശ്യം കഴുകിയതായിട്ടും ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു തൻവീ ആണ് അഫ്ളൽ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യുക, ഇടയ്ക്ക് 2 പ്രാവശ്യമായിട്ട് ചെയ്യുക. നമ്മൾ ചില ആൾക്കാർക്ക് 2 പ്രാവശ്യം ഒന്നും ചെയ്താലൊരു ഇത് കിട്ടൂല, റാഹത്ത് കിട്ടൂല, എന്തോന്ന് കുറഞ്ഞു പോയി എന്നാണ്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രൂപത്തിലും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വെള്ളം കുറവാണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒറ്റ പ്രാവശ്യം ഇങ്ങനെ കഴുകി, ഒറ്റ പ്രാവശ്യം മുഖം കഴുകി, വായിൽ വെള്ളം കുപ്പിച്ച് മൂക്കിൽ വയറ്റിലും ചീറ്റി, കൈ ഒരു പ്രാവശ്യം കഴുകി, അടുത്ത കൈ ഒരു പ്രാവശ്യം കഴുകി. ഇത് അൽ വുളു ഉൽ ഖഫീഫ് എന്ന് പറയും. അതായത് എളുപ്പമുള്ള വുളു. ചില സമയത്ത് അത് ഉപയോഗപ്പെടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വുളു എടുത്ത് ഉടനെ തന്നെ ചിലപ്പോൾ വുളു മുറിഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ തന്നെ പിന്നെയും നമുക്ക് എടുക്കുകയാണെങ്കിൽ 1 പ്രാവശ്യമൊക്കെ എടുത്താൽ മതി. വുളുവായിട്ട് 1 പ്രാവശ്യം തന്നെ എടുത്താൽ മതി. നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്കതിനെ 1 പ്രാവശ്യം എടുക്കണം, 1 പ്രാവശ്യം എടുത്താൽ മതി. ഒറ്റ പ്രാവശ്യം എല്ലാ അവയവങ്ങളും കഴുകിയാൽ അത് പൂർണ്ണമായ വുളുവാണ്. ഒരു കുറവും അതിലില്ല. എന്നാൽ ഏറ്റവും അധികം റിവായത്ത് ചെയ്തപ്പെട്ടത് വന്നത് 3 പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. തലയും ചെവിയും ഒഴികെ അത് 1 പ്രാവശ്യം എന്നുള്ളതാണ് ഏറ്റവും സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക. 10ാമത്തെ സുന്നത്ത്, വുളുവിൻ്റെ അകത്തുള്ള 10ാമത്തെ സുന്നത്ത് അദ്ദുആ ഉൽ വാരിദു ബഅദൽ വുളു. വുളുവിന് ശേഷം ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ യതവദ്ദഅ ഫയുസ്ബിഗുൽ വുളു സുമ്മ യഖൂൽ. നിങ്ങളൊരാൾ പൂർണ്ണമായി വുളു എടുക്കുകയും പിന്നെ അവൻ പറയുകയും ചെയ്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലു എന്നവൻ പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലു എന്ന് പറഞ്ഞാൽ, ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അവന് തുറന്നു കൊടുക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, അവൻ ഉദ്ദേശിക്കുന്നതിലൂടെ അവന് പ്രവേശിക്കാവുന്നതാണ്. അല്ലാഹു തആല നിസ്സാരമായൊരു പ്രവർത്തനമാണ് നമുക്ക് പഠിപ്പിച്ചത്. ഇതിനുശേഷം ഇത് മാത്രം പറഞ്ഞാൽ മതി. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന വലിയ ഖൈറുള്ള കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കുക. വുളു എടുത്ത് നേരെ ഓടി കയറുന്ന സമയത്ത് ഇത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് അബൂ സഈദ് റളിയല്ലാഹു അൻഹു മർഫൂആയി ഉദ്ധരിക്കുന്ന ഈ ഹദീസിൻ്റെ സനദ് അത് മർഫൂ ആണോ അതല്ല മൗഖൂഫ് ആണോ അഥവാ സ്വഹാബിയിൽ തന്നെ ഉള്ളതാണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അതിന് സ്വഹാബി പറഞ്ഞതാണെങ്കിലും മൗഖൂഫ് ആണെങ്കിലും ഇത്തരം ദുആകളൊന്നും സ്വഹാബി ഇജ്തിഹാദ് ചെയ്ത് പറയില്ല. അതുകൊണ്ട് തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഹുക്കുമാണ്. ഏതാണ് പ്രാർത്ഥന? വുളുവിന് ശേഷം പറയുന്നു, മൻ തവദ്ദഅ ഫറഗ മിൻ വുളുഇഹി ഫഖാൽ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ഇതും വുളുവിന് ശേഷമുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതും ഇതും രണ്ടും നമുക്ക് വുളുവിന് ശേഷം പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വുളു എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവന് ചിന്തിക്കാൻ പറ്റും. കാരണം വുളു എടുക്കുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് കരസ്ഥമാക്കാൻ പറ്റുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ വുളുവിൻ്റെ അവയവങ്ങളിലൂടെ വെള്ളം പുറത്തേക്ക് പോകുമ്പോഴും ആ അവയവങ്ങൾ കൊണ്ട് സംഭവിച്ച പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതുപോലെ അന്ത്യനാളിൽ പരലോകത്ത് അല്ലാഹു തആല വുളു എടുത്ത ആളുകൾക്ക് എവിടെ വരെയാണോ അവൻ വുളു എടുത്തത് അത്രയും ഭാഗം അവന് മനോഹരമായ ആഭരണങ്ങൾ ധരിപ്പിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ളതാണ് അവൻ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇങ്ങനെ വുളു എടുത്ത് നിസ്കരിക്കുന്നവനായ ആളുകൾക്ക് ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതൊക്കെ ഹദീസുകളിൽ വളരെ കൃത്യമായി വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ വുളു എടുക്കുന്ന സമയത്തൊക്കെ അത്തരം സുന്നത്തുകളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് വുളു എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും സഹോദരങ്ങളെ മാ ഖബ്ലൽ ഫജർ, ഫജറിന് മുമ്പുള്ള സമയത്ത് നമ്മൾ 2ആയി വേർതിരിച്ചിരുന്നു. ഒന്ന് എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യം എഴുന്നേറ്റ് ഉടനെ ചെയ്യുന്ന കാര്യമാണ്. വുളു വരെ എടുത്തു. 2ാമത്തെ ഭാഗമായി നമ്മൾ പറഞ്ഞത് അൽ ഖിയാമു അൽ ലൈൽ വൽ വിത്ർ, രാത്രി നിസ്കാരവും വിത്രുമാണ്. ഇതാണ് 2ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. ഖിയാമുൽ ലൈൽ സുന്നത്താണ്. ആ സുന്നത്തായ ഖിയാമുൽ ലൈലിൽ തന്നെ നമുക്ക് പാലിക്കേണ്ടതായ ഒരുപാട് സുന്നത്തുകളുണ്ട്. 1ാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നു, മിന സുന്നത്തി അൻ യുസല്ലി സലാത്തൽ ലൈലി ഫി വഖ്തിഹൽ അഫ്ളൽ.
സുന്നത്തിൽപ്പെട്ട കാര്യമാണ് സലാത്തുൽ ലൈൽ. അതിൻ്റെ ഏറ്റവും അഫ്ളലായ സമയത്ത് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത്. ഏതാണ് അഫ്ളലായിട്ടുള്ള സമയമെന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ സലാത്തുൽ ലൈലിൻ്റെ സമയം അത് രാത്രി എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഇശാ നിസ്കാരം കഴിയുന്നത് മുതൽ ഫജ്ർ വരെയുള്ള സമയത്ത് നിർവഹിക്കുന്ന സുന്നത്തായ നിസ്കാരങ്ങൾക്ക് സലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരം എന്ന് പറയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്തിനുള്ളിലെല്ലാം തന്നെ നിസ്കരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീമാ ബൈന അൻ യഫ്റുഗ മിൻ സലാത്തിൽ ഇശാഇ ഇലൽ ഫജ്ർ 11 റക്അ യുസല്ലിമു ബൈന കുല്ലി റക്അതൈൻ വയുത്തിർ ബിവാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കാരത്തിൻ്റെ വിരാമത്തിനു ശേഷം ഫജ്ർ വരെയുള്ള സമയങ്ങളിൽ അവിടുന്ന് രാത്രി നിസ്കരിച്ചിരുന്നു. 11 റക്അത്തായിരുന്നു നിസ്കരിച്ചത്. ഓരോ ഈ 2 റക്അത്തിലും അവിടുന്ന് സലാം വീട്ടിയിരുന്നു. ഒറ്റയിൽ അവിടുന്ന് വിത്റാക്കി അവസാനിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ പറയുന്നു, മിൻ കുല്ലിൽ ലൈല ഖദ് ഔതറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അവ്വലിൽ ലൈൽ വ ഔസതിഹി വ ആഖിരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രാത്രിയിലും ചിലപ്പോൾ ആദ്യത്തിൽ വിത്റാക്കിയിരുന്നു, ചിലപ്പോൾ രാത്രിയുടെ മധ്യത്തിൽ വിത്റാക്കിയിരുന്നു, ചിലപ്പോൾ അവസാനത്തിൽ വിത്റാക്കിയിരുന്നു. ഫൻതഹാ വിത്റുഹു ഇല സഹർ. അവസാനം എവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ? സഹറിൻ്റെ സമയം, അത്താഴ സമയം വരെയാണ് അവസാനം അവിടുന്ന് വിത്റാക്കിയിരുന്നത്. ഇബ്നു മുൻദിർ റഹിമഹുല്ലാ അദ്ദേഹം ഇജ്മാ ഉദ്ധരിക്കുകയാണ്, വ അജ്മഉ അലാ അന്നമാ ബൈന സലാത്തിൽ ഇശാ ഇല തുലൂഇൽ ഫജ്രി വഖ്തുൻ ലിൽ വിത്ർ. ഇജ്മാ ഉണ്ട്, ഇശാഇന് നിസ്കാരത്തിന് ശേഷം ഫജ്ർ വരെയുള്ള സമയത്ത് വിത്റിനുള്ള സമയമാണ് എന്ന് ഇജ്മാ ഉണ്ട് എന്നാണ്. ഇത് മൊത്തം രാത്രി നിസ്കാരത്തിൻ്റെ സമയമാണ്. എന്തിന് ഇതിൽ അഫ്ളലായിട്ടുള്ള സമയമുണ്ട്. അഫ്ളലായിട്ടുള്ള സമയം സഹോദരങ്ങളെ രാത്രിയുടെ അവസാനത്തെ 1/3 തൊട്ടു മുമ്പുള്ള ഭാഗമാണ്. ഏതാണ് ഹദീസിൽ വന്നിട്ടുള്ള കാര്യം? അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന അഹബ്ബ സിയാമി ഇലല്ലാഹ് സിയാമു ദാവൂദ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ്, സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് സിയാമു ദാവൂദാണ്. അതെങ്ങനെയാണ്? അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം നോമ്പെടുക്കും, ഒരു ദിവസം നോമ്പ് ഉപേക്ഷിക്കും. അഹബ്ബ സ്വലാത്തി ഇലല്ലാഹ് സ്വലാത്തു ദാവൂദ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം എന്ന് പറയുന്നത് സുന്നത്ത് നിസ്കാരങ്ങളിൽ സലാത്തു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രാത്രി നിസ്കാരമാണ്. കാന യനാമു നിസ്ഫൽ ലൈൽ, അവിടുന്ന് രാത്രിയുടെ പകുതിയിൽ ഉറങ്ങും. വയഖൂമു സുലുസഹു, പിന്നീട് 1/3 എഴുന്നേറ്റ് നിസ്കരിക്കും. വയനാമു സുദുസഹു, അവിടുന്ന് അവസാനത്തെ 1/6 ഉറങ്ങുന്നതായിരിക്കും. വക്കാന യസൂമു യോമൻ വയുഫ്തിറു യോമൻ, നോമ്പിൻ്റെ കാര്യം, ഒരു ദിവസം നോമ്പെടുക്കും, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കും. ഇതിനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് രാത്രിയെ 6 ഭാഗിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ അതിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഉറങ്ങുന്നതായിരിക്കും. ആദ്യത്തെ 6/3 ഭാഗവും ഉറങ്ങുന്നതായിരിക്കും. പിന്നീട് 6 4-ാമത്തെ ഭാഗവും 5-ാമത്തെ ഭാഗവുമായിരിക്കും നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. എന്നിട്ട് 6-ന്റെ 6-ാമത്തെ ഭാഗം, അവസാനത്തെ ഭാഗം, ഫജ്റിന് തൊട്ടുമുള്ള ഭാഗം ഉറങ്ങുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും അഫ്ളലായ രൂപം. ഏറ്റവും അഫ്ളലായ രൂപം ഇതാണ്. രാത്രി 6 ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ പകുതി വരെ ഉറങ്ങുക. അതിനുശേഷം 4-ാമത്തെയും 5-ാമത്തെയും ഭാഗം നിസ്കരിക്കുക, 6-ാമത്തെ ഭാഗം വീണ്ടും ഉറങ്ങുക. ഫജ്റിന് മുമ്പുള്ള സമയത്ത് വീണ്ടും ഉറങ്ങുക. അങ്ങനെ ജൗഫുൽ ലൈൽ, രാത്രിയുടെ ഉള്ളിൽ നിസ്കരിക്കുന്ന ഈ നിസ്കാരമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം. ഇതിന് താഴെയുള്ള അഫ്ളലായിട്ടുള്ള രൂപമാണ് നമ്മളിലൊക്കെ പലരും ചെയ്യാൻ സാധ്യതയുള്ള ഒരു രൂപം. ഏതാണത്? ഫജ്റിന് തൊട്ടു മുമ്പ് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കും, സാധിക്കുന്നത്ര നിസ്കരിക്കും. ഇതാണ് അതിൻ്റെ 2-ാമത്തെ അഫ്ളലായിട്ടുള്ള രൂപം. ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. 3-ാമത്തെ രൂപം എന്ന് പറയുന്നത് ഏതാണ്? 3-ാമത്തെ രൂപം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം നമ്മൾ സാധിക്കുന്നില്ലെങ്കിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ നമ്മളത് സാധിക്കണമെന്നില്ല. നമ്മളതിൻ്റെ തൊട്ട് താഴെയുള്ള രൂപത്തിലേക്ക് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള രൂപത്തിലേക്ക് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പിശാചിൻ്റെ തന്ത്രത്തെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പിശാച് ചിലപ്പോൾ നമ്മൾ രാത്രി വിത്ത് നോക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയും, നീ ലാസ്റ്റ് നിസ്കരിച്ചോളൂ, ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. തുടർച്ചയായിട്ട് നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വിത്രനെ നഷ്ടപ്പെടുത്തരുത്. ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 3 റക്അത്ത് നിസ്കരിച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ അഫ്ളൽ. ചില പണ്ഡിതന്മാരെ 4 വേർതിരിച്ചിട്ടുണ്ട്. അതിൻ്റെയും താഴെയുള്ള രൂപം എന്ന് പറയുന്നത് ഇശാ നിസ്കാരം കഴിഞ്ഞുടനെ വിത്റാക്കുക എന്നുള്ളതാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞുടനെ വിത്റാക്കുക. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വിത്റാക്കുക, കുറച്ചുകൂടി അഫ്ളലായി. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക.
അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് സാധിക്കുന്നതിനപ്പുറത്തേക്ക് എത്തുകയാണെങ്കിൽ രാത്രിയുടെ അവസാനത്തിലേക്ക് എന്ത് ചെയ്യുക, അത് മാറ്റാം. ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഈ പറഞ്ഞ ഭാഗമാണ്. പകുതി നിസ്കരിച്ച് രാത്രി ഉള്ളിലായിട്ടുള്ള ഭാഗം നിസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുമായിരുന്നു, ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമായിരുന്നു, അവിടെ നിന്ന് പുതപ്പ് പൊതിച്ച് ഉറങ്ങുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുമ്പേ തന്നെ നിസ്കരിച്ചിട്ട് ഉറങ്ങുന്ന രൂപം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയാണ്. അതിനൊരുപാട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് ഉറക്കത്തിൻ്റെ ക്ഷീണമൊന്നും കാണാൻ സാധിക്കുകയില്ല. ഉറക്കം എഴുന്നേറ്റതിൻ്റെ ക്ഷീണമൊന്നുമില്ല, കാരണം നന്നായി ഉറങ്ങിയതിന് ശേഷമാണ് പിന്നീട് ഫജറിന് ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേറ്റാൽ മതി. പിന്നെ സുന്നത്തൊക്കെ നിസ്കരിച്ച് മസ്ജിദിലേക്ക് പോയാൽ മതി. ഇത് ഏറ്റവും അഫ്ളലായ രൂപമാണ്. പക്ഷെ അതിന് സാധിച്ചിട്ടില്ല. നമ്മൾ രാത്രി നിസ്കാരം മുഴുവൻ ഒഴിവാക്കേണ്ടതില്ല. നമുക്ക് സാധിക്കുന്നത്ര ഫജറിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് നമ്മൾ നിസ്കരിച്ചാലും രാത്രി നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാം. ഇശാക്ക് ശേഷം നമ്മളൊരു 3 റക്അത്ത് നിസ്കരിച്ചാലും രാത്രി നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം. രാത്രി നിസ്കാരക്കാർക്ക് പറഞ്ഞ ഫضലുകൾ നമുക്ക് കിട്ടും. പക്ഷെ ഏറ്റവും അഫ്ളലായ രൂപം എത്തിയിട്ടില്ല എന്നാണ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധമായിരിക്കും. ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം എത്തിയിട്ടില്ല എന്ന് പിന്നെ നമ്മൾ ഒന്നാകെ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകും. നമുക്ക് 11 റക്അത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ 3 റക്അത്ത് നിസ്കരിക്കാതാവേണ്ടതില്ല. സാധിക്കുന്നത്ര സഹോദരങ്ങളെ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടാലും നമ്മളതിനെ വീണ്ടെടുക്കുക. ഇത് വാജിബായ കാര്യമല്ല, പക്ഷെ നമുക്ക് വളരെയധികം ഹൈറായിട്ടുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മളത് ശ്രദ്ധിക്കാം. ഒരു ദർജയിൽ നന്നായി പരിശ്രമിക്കാൻ സാധിച്ചെന്ന് കണ്ടാൽ നമ്മൾ അടുത്ത ദർജയിലേക്ക് പരിശ്രമിച്ച് നോക്കുക. അതാണ് ഏറ്റവും നല്ലത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് ശ്രദ്ധിക്കുക. ഇനി രാത്രി നിസ്കാരത്തിലുള്ള ചില സുന്നത്തുകൾ അദ്ദേഹം പറയുന്നു. അസ്സുന്ന അയ്യഖൂമ ബി 11 റക്അത്ത്, 11 റക്അത്താണ് സുന്നത്തായിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ 11 റക്അത്ത് നിസ്കരിച്ചു എന്നാണ്. വേറെ ചില റിവായത്തിൽ അവിടുന്ന് 13 റക്അത്ത് നിസ്കരിച്ചു എന്ന് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ച സമയത്ത് അവിടുന്ന് പറഞ്ഞു, രാത്രി നിസ്കാരം 2 നിങ്ങൾ നിസ്കരിക്കുക, ഫജർ ഭയപ്പെടുമ്പോൾ നിങ്ങൾ വിത്റാക്കുക എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. സാധിക്കുന്നത്ര നിങ്ങൾക്ക് എണ്ണം കൂട്ടാൻ പറ്റുമെങ്കിൽ കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് നിസ്കരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 2 എണ്ണങ്ങളെ കാണാൻ പറ്റും. ഒന്ന് 11 മറ്റൊന്ന് 13. ഇതല്ലാതെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇതാണ് നമ്മളതിൻ്റെ എണ്ണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ചോദിക്കേണ്ടത്. ഇനി അതിലുള്ള മറ്റൊരു സുന്നത്തായി അദ്ദേഹം കൊടുത്തിരിക്കുന്നു. മിന സുന്ന യസ്തഫ്തിഹ സലാത്ത ലൈലി ബി റക്അത്തൈൻ ഖഫീഫത്തൈൻ. സാധിക്കുമെങ്കിൽ ആദ്യത്തെ 2 റക്അത്ത് അത് ചെറിയ സൂറത്ത് ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേഗം അവസാനിപ്പിക്കും. ഉദാഹരണത്തിന് ഒരാൾ 5 റക്അത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്ത് ചെറിയ 2 സൂറത്ത് ഓതിയിട്ട് അങ്ങനെ ചെയ്യണം. നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം കുറച്ച് വലിയ സൂറത്ത് നമുക്ക് അറിയുന്നത് ഓതിയിട്ട് പിന്നീട് നിസ്കരിക്കാം. 4മത്തേത് മിനസുന്ന അയ്യതി ബിൽ ഇസ്തിഫ്താഹാത്തിൽ വാരിദത്തി ഫി സലാത്തിൽ ലൈൽ. രാത്രി നിസ്കാരത്തിന് പ്രത്യേകമായി വന്ന ചില വന്നിട്ടുണ്ട്, പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. പ്രാരംഭ പ്രാർത്ഥന കുറേ ഉണ്ട്. നമുക്ക് ഏറ്റവും അറിയുന്ന സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക നമ്മൾ പറയാറുണ്ട്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത നമ്മൾ പറയാറുണ്ട്. വജ്ജഹ്തു വജ്ഹിയ അത് മദ്രസകളിൽ അത് പഠിച്ചിട്ട് അത് മാത്രം അറിയുന്നവരുണ്ടാകും. എല്ലാം ദുആഉൽ ഇസ്തിഫ്താഹാൻ. എന്നാൽ രാത്രി നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന 2 പ്രാർത്ഥനകളുണ്ട്. ഒന്ന് സഹീഹ് മുസ്ലിമിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ഇദാ ഖാമ മിനൽ ലൈലി ഇഫ്തതഹ സലാതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റാൽ നിസ്കാരം ആരംഭിക്കുന്നത് അല്ലാഹുമ്മ റബ്ബ ജിബ്രായീൽ വമീകായീൽ വഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അത് പഠിക്കുക, സാധിക്കുമെങ്കിൽ പഠിക്കുക. വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ട് അവൻ റബ്ബു ജിബ്രായീലാണ്, ജിബ്രീലിൻ്റെ റബ്ബാണ്, മീകായിലിൻ്റെ റബ്ബാണ്, ഇസ്രാഫീലിൻ്റെ റബ്ബാണ്, ആകാശഭൂമികളെ പടച്ചവനാണ്, ആലിമുൽ ഗൈബി വശഹാദ രഹസ്യവും പരസ്യമൊക്കെ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന മഹത്തരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് പലപ്പോഴും നമുക്ക് ഉപയോഗപ്പെട്ടേക്കാം. അൻത തഹ്കുമു ബൈന ഇബാദിക് ഫീമാ കാനൂ യഖ്തലിഫൂൻ. ജനങ്ങൾ പല വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്, നീയാണ് അതിൽ വിധി പറയുന്നവൻ. ഇഹ്ദിനി ലിമുഖ്തുലിഫ ഫീഹി മിനൽ ഹഖ്ഖി ബിഇദ്നിക്. നിന്റെ അനുമതി പ്രകാരം നീ അതിൽ അഭിപ്രായ വ്യത്യാസത്തിൽ എനിക്ക് ശരിയായ വഴി കാണിച്ചു തരണമേ. ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം. തീർച്ചയായും സിറാത്ത മുസ്തഖീമിലേക്ക് ശരിയായ വഴിയിലേക്ക് നയിക്കുന്നവൻ നീയാണ് എന്നാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഹഖ് മനസ്സിലാകുന്നില്ല. രാത്രി നിസ്കാരത്തിൽ അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥന തന്നെ അള്ളാഹുവിനോട് ശരിയായ സിറാത്തൽ മുസ്തഖീം, ശരിയായ മാർഗം ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്.
അതുപോലെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഇതാണ് അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ് വലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. ഇത് നമുക്കറിയുമെങ്കിൽ അത് സഹോദരങ്ങളെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. രാത്രി നിസ്കാരത്തിൽ അദ്ദേഹം പറയുന്ന അടുത്ത സുന്നത്താണ് മിനസ്സുന്ന യുത്തീല ഖിയാമഹു വറുകൂഅഹു വസുജൂദഹു. ഒരാൾക്ക് സാധിക്കുമെങ്കിൽ രാത്രി നിസ്കാരത്തിൽ നൃത്തം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, റുക്കൂ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, സുജൂദ് അള്ളാഹുവിനോട് തേടിക്കൊണ്ട്, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, ഇതെല്ലാം ദീർഘമായി ചെയ്യുക. വളരെയധികം കൂടുതൽ ഓതിക്കൊണ്ടും കൂടുതൽ നേരം റുക്കൂവിലും കൂടുതൽ നേരം സുജൂദിലൊക്കെ ഒരാൾക്ക് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ സുന്നത്തായ കാര്യമാണ്. ഇനി സാധിച്ചിട്ടില്ലെങ്കിൽ സാധിക്കുന്നത്ര അവൻ ചെയ്യുക. ആറാമത്തെ അദ്ദേഹം പറയുന്നു അയ്യതി ബിസ്സുനനിൽ വാരിദതി ഫി ഖിറാഅതിഹി. ഖുർആൻ ഓതുന്ന സമയത്ത് ചില സുന്നത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയത് അയ്യഖറഅ മുതറസ്സില, തിരക്ക് പിടിച്ചിട്ടുള്ള ഓത്തായിരുന്നില്ല. പതിയെ ഓരോ ആയത്ത് മുറിച്ച് ഓതുക എന്നുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അതുപോലെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യേണ്ട വല്ല ആയത്തും വന്നാൽ അവിടുന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമായിരുന്നു. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതായ എന്തെങ്കിലും കാര്യം വന്നാൽ അല്ലാഹു മഗ്ഫിർലി, അല്ലാഹു മർഹംനി എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ പുറകിൽ നിസ്കരിച്ച ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്. ഫഫ്തഹൽ ബഖറ, അവിടുന്ന് ബഖറ ആരംഭിച്ചു. ഫഖുൽതു യർകഉ ഇൻദൽ മിഅ, ഒരു 100 ആയത്ത് ഓതുമ്പോഴേക്ക് റുക്കൂ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. സുമ്മ മള, പിന്നീട് ഓതുകയാണ്. ഫഖുൽതു യുസല്ലി ബിഹാ ഫി റഖഅ, ഞാൻ വിചാരിച്ചു എന്നാൽ ബഖറ മുഴുവൻ ഈ റക്അത്തിൽ ഓതും. ഫമള, അതും പോയി. ഫഖുൽതു യർകഉ ബിഹാ, അവിടെ റുക്കൂ ചെയ്യും എന്ന് വിചാരിച്ചു. സുമ്മ ഇഫ്തതഹ നിസാ ഓതി. ഫഖറഅഹ, അതും പൂർത്തിയാക്കി. സുമ്മ ഇഫ്തതഹ ആലു ഇമ്രാൻ പൂർത്തിയാക്കി. ഫഖറഅഹ, അതും പൂർത്തിയാക്കി. യഖറഉ മുതറസ്സില, പതിയാണ് ഓതിയിരുന്നത്. ഇദാ മറ ബിആയ ഫിഹാ തസ്ബീഹ് സബ്ബഹ്, തസ്ബീഹുള്ളൊരായത്ത് വന്നാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. വഇദാ മറ ബിസുആലിൻ സഅൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അള്ളാഹിനോട് ചോദിക്കും. വഇദാ മറ ബിതഅവ്വുദിൻ തഅവ്വദ്, രക്ഷ തേടാനുണ്ടെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അങ്ങനെ ചോദിക്കുമായിരുന്നു. സുമ്മ റകഅ, പിന്നീട് അവിടെ റുക്കൂ ചെയ്യുമായിരുന്നു. ഫജഅല യഖൂലു സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയും. ഫകാന റുകൂഉഹു നഹ്വൻ മിൻ ഖിയാമിഹി, എത്രമാത്രം നിന്ന് നിസ്കരിക്കുന്നുവോ അതിനനുസരിച്ചിട്ടാണ് അവിടുന്ന് റുക്കൂ ചെയ്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും. കുറേ നേരം നിന്നിട്ട് കുറച്ച് റുക്കൂ, അങ്ങനെയല്ല, ആ നിന്നതിൻ്റെ അത്ര അല്ല, എന്നാൽ അതുപോലെ അതിനനുസൃതമായിട്ടുള്ള ഒരു റുക്കൂ അവിടുന്ന് ചെയ്യുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ സഹോദരങ്ങളെ ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നീട് സുജൂദിൽ അതും വന്നിട്ടുണ്ട്. ഫക്കാന സുജൂദുഹു ഖരീബൻ മിൻ ഖിയാമിഹി, നൃത്തത്തിൻ്റെ ഏകദേശം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ചെയ്യുമായിരുന്നു എന്നാണ് വന്നിട്ടുള്ളത്. ഇനി സുന്നത്തിൽപ്പെട്ടതാണ് മിനസ്സുന്ന യുസല്ലി മിൻ കുല്ലി റക്അത്തൈൻ, ഓരോ 2 റക്അത്തിനും സലാം വിട്ടുക എന്നുള്ളത്. ഒരാൾക്ക് വേണമെങ്കിൽ തുടർച്ചയായി നിസ്കരിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. പക്ഷെ ഓരോ 2 റക്അത്തിലും സലാം വീട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതി. കാരണം അവിടുന്ന് പറഞ്ഞു സലാത്തുൽ ലൈലി മസ്ന, രാത്രി നിസ്കാരം ഈരണ്ടാണ്. ഫഇദാ ഖിഫ്ത സുബ്ഹ ഫഔതിർ ബിവാഹിദ, സുബഹി ഭയപ്പെട്ടാൽ ഒന്നുകൊണ്ട് വിത്റാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 8ാമത്തെ സുന്നത്ത് അദ്ദേഹം പറയുന്നു മിനസ്സുന്ന ഖിറാഅത്തു സൂറൻ മുഅയ്യന ഫി ആഖിരി 3 റക്അത്ത്, അവസാനത്തെ 3 റക്അത്തിൽ എന്ത് ചെയ്യണം, പ്രത്യേകമായ ചില സുന്നത്ത് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അവസാനത്തെ 3 നമ്മൾ വിത്തറിൽ ഒന്ന് സബ്ബിസ്മ റബ്ബിക്കൽ അഅല ഫാത്തിഹയ്ക്ക് ശേഷം, പിന്നീട് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, പിന്നീട് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതാണ് അവസാനത്തെ വിത്തറിൽ നമ്മൾ ഓതാണ്ടതായ സുന്നത്ത്. ഇത് വേറെ എന്തെങ്കിലും ഓതിയാലും തെറ്റൊന്നുമില്ല, ഇത് സുന്നത്താണ്. മിനസ്സുന്ന അയ്യഖുനുത ഫീ വിത്രിഹി അഹ്യാനൻ, വിത്തറിൽ ഇടക്കൊക്കെ കുനൂത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. വിത്തറിൽ സുബഹിക്ക് നമുക്ക് കുനൂത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല, പക്ഷെ വിത്തറിൽ കുനൂത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി അങ്ങനെ കുനൂത്ത് ഓതിയിരുന്നില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഔല അൻ യകൂന തർകു അക്സറ മിൻ ഫിഅൽ, കൂടുതൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും രാത്രി നിസ്കാര റിവായത്ത് ചെയ്ത അവിടുത്തെ ഭാര്യമാരുണ്ട്, ഇബ്നു അബ്ബാസ് ഉണ്ട്, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് ഉണ്ട്. ഇവരൊന്നും കുനൂത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികവും കുനൂത്ത് ഓതിയിട്ടില്ല എന്നാണ്. എന്നാൽ കുനൂത്ത് ഓതിയതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അൽ ഹസൻ ബിൻ അലി റളിയല്ലാഹുവിൻ്റെ മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി അൽ ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് വിത്തറിലെ കുനൂത്ത് പറയുന്നുണ്ട്. അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത എന്ന് പറഞ്ഞ് പറയുന്ന ആ കുനൂത്ത് അത് വിത്തറിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്കത് ചെയ്യാം. പിന്നീട് അത് എപ്പോഴാണ് എന്നുള്ളതിൽ പിന്നീട് അഭിപ്രായ വ്യത്യാസമുണ്ട്. റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പാണോ, നാസിലത്തിൻ്റെ ഒക്കെ കുനൂത്ത് വരുന്ന പോലെ എന്തെങ്കിലും മുസ്ലിമീങ്ങൾക്ക് അപകടം വന്നു കഴിഞ്ഞാൽ റുക്കൂവിന് മുമ്പാണ് കുനൂത്ത് ഉണ്ടാവുക, അതേപോലെയാണോ
അതല്ല റുക്കൂയിൽ നിന്ന് ഉയർന്ന് എഴുന്നേറ്റതിന് ശേഷം ആണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അതൊക്കെ അംറു വാസി ആണ്, രണ്ട് രൂപത്തിൽ ചെയ്താലും തിരക്കേടില്ല. സുജൂദിലേക്ക് പോകുന്നതിനും റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾക്ക് ചെയ്യാം. എന്നാൽ കൂടുതലും വന്നിട്ടുള്ളത് റുക്കൂയിൽ നിന്ന് ഉയർന്നതിന് ശേഷമാണ്. അങ്ങനെയാണ് കൂടുതൽ വന്നിട്ടുള്ളത് എന്നാണ്. അത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അത് ഇടയ്ക്ക് ചെയ്യുന്ന സമയത്ത് റുക്കൂവിന് ശേഷം ചെയ്യലായിരിക്കും കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്തിന് കൈകൾ ഉയർത്താമോ? കൈകൾ ഉയർത്താവുന്നതാണ്. അതും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, കൈകൾ ഉയർത്താവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ആരംഭിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു നേരെ അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത തന്നെ ആരംഭിക്കാം എന്ന് വന്നിട്ടുണ്ട്. കാരണം ചില റിവായത്തിൽ അങ്ങനെയാണ്. അതിൽ വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട് അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്കൊരു മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. കാരണം അവിടെ പറഞ്ഞു ഇദാ സല്ല അഹദുക്കും ഫല്യബ്ദ ബിതഹ്മീദില്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്ന സമയത്ത് ആദ്യം അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകൾ പറയട്ടെ. വസ്സനാഇ അലൈഹി, അള്ളാഹുവിനെ പ്രശംസിക്കുന്ന വാക്കുകൾ, അത് ആവർത്തിച്ചുള്ള പുകഴ്ത്തുകൾക്കാണ് സനാ എന്ന് പറയുന്നത്. സുമ്മ ലിയുസല്ലി അലൻ നബി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലട്ടെ. സുമ്മ ലിയദ്ഉ ബഅദ മാ ഷാ, പിന്നീട് അതിനുശേഷം അവൻ ദുആ ചെയ്യട്ടെ. അല്ലാഹുമ്മ ഹദിനി ഫീമൻ. അപ്പോൾ നമ്മൾ ചെറിയ രൂപത്തിൽ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്നോട് പറഞ്ഞാൽ ഹംദായി, സലാത്തായി. അതിനുശേഷം അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ അഫൈത. അതിനുശേഷം നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊക്കെ പറ്റുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ഈ ഖുനൂത്തിൽ ഓതുന്ന ദുആ സഹോദരങ്ങൾ രാത്രി നിസ്കാരത്തിലാണെങ്കിൽ, അത് അവസാന സമയത്താണെങ്കിൽ രാത്രിയുടെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം തന്നെയാണത്. നമുക്ക് അതുകൂടി നിയത്തുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുന്ന സമയമാണ് രാത്രിയുടെ അവസാന സമയത്ത് എന്നാണ്. ഇനി ദുആക്ക് ശേഷം മുഖം തുടക്കുക എന്നുള്ളത് അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ദുആക്ക് ശേഷം മുഖം തുടച്ചു എന്നറിയിക്കുന്ന ഒരു ഹദീസുണ്ട്, പക്ഷേ ആ ഹദീസ് ദഈഫാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതിന് ശേഷം മുഖം തുടച്ചു എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, അങ്ങനെ ചെയ്യേണ്ടതില്ല. അത് ദഈഫായ ഹദീസാണ് അതിൽ വന്നിട്ടുള്ളത്, അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. പിന്നീട് സഹോദരങ്ങളെ, ഒരാൾ ഇനിയിപ്പോൾ രാത്രി ആദ്യം വിത്രാക്കിയൊരു മനുഷ്യനാണ്. അയാൾ പിന്നീട് എഴുന്നേറ്റപ്പോൾ കുറച്ച് നേരമേ ഉള്ളൂ, അയാൾക്ക് രാത്രി ഇനി വീണ്ടും ഒരു നിസ്കരിക്കാനുള്ള സമയമൊന്നുമില്ല, അയാൾ ഓൾറെഡി വിത്ര നിസ്കരിച്ച് ഉറങ്ങിയ ആളാണ്. എങ്കിൽ അയാൾക്ക് ആ കുറഞ്ഞ നേരത്ത് എന്ത് ചെയ്യാൻ പറ്റും? ദുആ ചെയ്യാൻ പറ്റും, അള്ളാഹിനോട് ദുആ ചെയ്യാൻ പറ്റും. കാരണം അവസാന സമയത്തുള്ള ദുആക്ക് പ്രത്യേകതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മൻ യദ്ഊനി ഫസ്തജീബു ലഹു, എന്നോട് ഈ സമയത്ത് ആരാണ് ദുആ ചെയ്യുന്നത്, അല്ലാതെ ഹദീസിൽ വളരെ കൃത്യമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് ബാക്കിയുണ്ടാകുമ്പോൾ. എന്നിട്ട് റബ്ബ് പറയുന്ന കാര്യം മൻ യദ്ഊനി ഫസ്തജീബ ലഹു, എന്നോട് ആരെങ്കിലും ദുആ ചെയ്താൽ ഉത്തരം നൽകും. മൻ യസ്അലുനി ഫഅതിയ, എന്നോട് ചോദിച്ചാൽ ഞാൻ നൽകും. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരെങ്കിലും എന്നോട് ഇസ്തിഗ്ഫാർ തേടിയാൽ, പാപമോചനം തേടിയാൽ ഞാനത് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകമായി പറയുമ്പോൾ അതിന് ഫളീലത്തുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. അതുകൊണ്ട് കുറഞ്ഞ നേരമാണെങ്കിലും നമുക്ക് ദുആ ചെയ്യാം, സാധിക്കുന്നത്ര ദുആ ചെയ്യാം. അതേപോലെ സഹോദരങ്ങളെ, ഈ വിത്ർ അവസാനിച്ചു കഴിഞ്ഞാൽ എന്ത് നമുക്ക് പറയാം? സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. മൂന്നാമത്തെ പ്രാവശ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തേത് അല്പം നീട്ടി പറഞ്ഞു എന്ന് കാണാൻ സാധിക്കും. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. വയർഫഉ ബിസുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസി സൗതഹു ബിസ്സാലിസ, മൂന്നാമത്തേതിൽ ഒരല്പം ഒച്ചത്തിലാണ് പറഞ്ഞിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് സുന്നത്താണ്, ഇത് സുന്നത്താണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ രാത്രി എഴുന്നേൽറ്റ് നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യയെ വിളിക്കുക എന്നുള്ളത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഭാര്യമാരെ വിളിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവിടെ ദീർഘമായി നിസ്കരിക്കുന്ന സമയത്ത് അവസാനമാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നിസ്കരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭാര്യമാരെ വിളിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഇനി ഭാര്യയാണ് ആദ്യം എഴുന്നേൽക്കുന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ വിളിക്കുക എന്നുള്ളത്, അതായത് പ്രത്യേകിച്ച് അതുപോലെ പ്രയാസങ്ങളൊന്നുമില്ല, അവർ തയ്യാറാണ്, ആ സമയത്ത് അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. അത് ഏറ്റവും സുന്നത്ത് കൂടുതലുള്ളത് റമദാനിൻ്റെ അവസാനത്തെ 10-ലാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുമായിരുന്നു എന്നാണ്, എല്ലാ രാത്രിയിലും. അങ്ങനെ മുണ്ടു മുറുക്കി എടുത്തുകൊണ്ട് ഇബാദത്തിൽ മുഴുകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതേപോലെ സുന്നത്തിൽ കാണാൻ സാധിക്കുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിസ്കരിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഖുശൂ ഉണ്ടാകുന്ന രൂപത്തിൽ നിസ്കരിക്കണം, അഥവാ ഉറക്കം തൂങ്ങി നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. കാരണം അവിടെ നിന്ന് പറഞ്ഞു ഇദാ നഅസ് അഹദുക്കും ഫിസ്സലാത്തി ഫല്യർഖുദ്, നിങ്ങൾ ഉറക്കം തൂങ്ങിയിട്ടാണെങ്കിൽ പോയി ഉറങ്ങട്ടെ. ഹത്താ യദ്ഹബു അൻഹു നൗം, ഉറക്കം പൂർണ്ണമായി
പോകട്ടെ. ഫഇന്ന അഹദുക്കും ഇദാ സല്ല വഹുവ നാഇസ്, ഒരാൾ ഉറക്കം തൂങ്ങി നിസ്കരിച്ചു കഴിഞ്ഞാൽ ലഅല്ലഹു യദ്ഹബു യസ്തഗ്ഫിറു ഫയസുബു നഫ്സ, അവിടെ ഇസ്തിഗ്ഫാർ തേടുന്നതായിരിക്കും, പക്ഷെ ചിലപ്പോൾ സ്വന്തത്തെ തന്നെ ചീത്ത വിളിക്കണ അല്ലെങ്കിൽ സ്വന്തത്തെ ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള സംസാരമായിരിക്കും ഉണ്ടാവുക. അപ്പം അള്ളാഹിനോട് എന്തു പറയുന്നു എന്നില്ലാതെ ഉറക്കം തൂങ്ങി അങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല, മറിച്ച് അങ്ങനെ ഉറക്കം പോയതിന് ശേഷം നിസ്കരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഖുർആൻ ഓതുമ്പോഴും അങ്ങനെ തന്നെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് എടുത്തു വെക്കണം, എന്നിട്ട് ഉറങ്ങി അത് കൃത്യമായി ക്ഷീണം നീക്കിയതിന് ശേഷമാണ് നമ്മൾ അത് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അദ്ദേഹം അവസാനമായി ഈ ബാബിൽ കൊടുത്ത സുന്നത്ത്, അഥവാ ഈ ഫജറിന് മുമ്പുള്ള സുന്നത്തിൽ കൊടുത്തത് അസ്സുന്നത്തു ലിമൻ ഫാതഹു ഖിയാമുൽ ലൈൽ അൻ യുസല്ലിഹി മിനൻ നഹാരി ഷഫഅ. ഒരാൾക്ക് രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടു, പതിവായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ്, അയാൾ രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഉറങ്ങിപ്പോയ അവസ്ഥകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേദനയോ പ്രയാസമോ കാരണത്താൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വകാന ഇദാ ഗലബഹു നൗമുൻ ഔ വജഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, അവിടെ ചിലപ്പോൾ ഉറങ്ങിപ്പോകാറുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ വല്ല പ്രയാസം വേദന മറ്റു രോഗമോ ഉണ്ടായാൽ അങ്ങനെ അൻ ഖിയാമുൽ ലൈൽ സല്ല മിനൻ നഹാരി 12 റക്അ, അവിടുന്ന് പകൽ എന്ത് ചെയ്യും? 12 റക്അത്ത് നിസ്കരിക്കും. കാരണം അവിടുന്ന് സ്ഥിരമായി 11 നിസ്കരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഒരാൾ സ്ഥിരമായി 3 നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഉറങ്ങിപ്പോയാൽ നമ്മുടെ ദുഹയുടെ സമയം, അഥവാ സൂര്യൻ ഉദിച്ച് നമ്മൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇഷ്റാഖിൻ്റെ സമയമുണ്ട്, അത് മുതൽ ലുഹറിൻ്റെ വരെയുള്ള വിരോധിക്കപ്പെട്ട സമയത്ത് വരെയുള്ള സമയം വിശാലമായ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഖളാ വീട്ടാൻ പറ്റും. 3 റക്അത്ത് നിസ്കരിക്കുന്നയാൾക്ക് 2 4 നിസ്കരിക്കാം, 5 നിസ്കരിക്കുന്നയാൾക്ക് 2 6 നിസ്കരിക്കാം. അങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്കത് വീണ്ടെടുക്കാൻ പറ്റും. ഇത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് എപ്പോഴും നിലനിർത്താൻ വളരെയധികം സഹായകമാകുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു സുന്നത്ത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത് നഷ്ടപ്പെട്ടാൽ നമ്മളത് വീണ്ടെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വീണ്ടെടുക്കാൻ പറ്റാത്തതും ഉണ്ടാവും ചിലത്. ഇപ്പോൾ ദോറസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കരിച്ചിട്ട് കാര്യമില്ല, സ്ഥിരമായ ദോഹ നിസ്കരിക്കുന്ന ആളാണ്. ദോറസ്കാരം കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുമ്പോൾ ഓർമ്മ വന്നാലോ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ല. കാരണം ആ സമയത്ത് നിസ്കരിക്കുന്നതിനാണ് ദുഹ എന്ന് പറയുന്നത്, ആ സമയത്ത് നിസ്കരിക്കുന്നതിനാണ് ദുഹ എന്ന് പറയുള്ളൂ. പക്ഷേ ഇതിന് വീണ്ടെടുക്കുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരം എന്നാണ്, പക്ഷേ ഇതിന് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകൽ അത് ഖളാ വീട്ടി നിസ്കരിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് 12 റക്അത്തായി നിസ്കരിച്ചു. അപ്പോൾ എത്രയാണോ നിസ്കരിക്കുന്നത് അതിലൊന്നുകൂട്ടി ഇരട്ടിയാക്കി നിസ്കരിച്ചാൽ മതിയാക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി വഖ്തുൽ ഫജർ, ഫജറിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് അടുത്തതുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താനും മരണം വരെ നിലനിർത്താനും അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. കാരണം സുന്നത്തുകൾ സഹോദരങ്ങളെ നമുക്കത് മരണം വരെ നിലനിർത്തുക എന്നതിലാണ് ഏറ്റവും വലിയ ഖൈർ. ഏതൊരു നന്മയും നമ്മൾ മനസ്സിലാക്കിയത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളത്, അതിനൊരു ഇസ്തിഖാമത്ത് ഉണ്ടാകുക എന്നുള്ളത് വലിയ ഖൈറുള്ള കാര്യമാണ്. അങ്ങനെ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക പോലെയുള്ള ഒരുപാട് ഖൈറുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായിരിക്കും. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.